عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا وكثرت ذنوبنا فأدركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم من عرف نفسه فقد عرف ربه. وقال أيضا أفضل الدعاء دعاء يوم عرفة. صدق رسوله الكريم. സമാദരണീയരായ സ്വാഗതമാശംസ പ്രിയങ്കരനായ സുഹൃത്ത്, പിതാവിന്റെ ഓർമ്മയിലെ മുരടും ചരടുമായ മർമ്മപ്രധാനമായ കാര്യം ഓർമ്മപ്പെടുത്തി സദസ്സിനെ സ്വാഗതം ചെയ്ത പ്രിയങ്കരനായ ഷരീഫ് മുസ്ലിയാർ, സാന്ദർഭികമായ പണ്ഡിതോചിത ഇടപെടൽ കൊണ്ട് സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഉസ്താദ് മുഹമ്മദ് കുട്ടി ഫൈളി, ഇന്നും നാളെയുമൊക്കെ നടക്കുന്ന ഹാജിമാരുടെയും ഹജ്ജുമാരുടെയും കർമ്മങ്ങളിലെ ഉൾപൊരുളുകൾ ലുബിൽ നിന്ന് ലുബിലേക്ക്, കൽബിൽ നിന്ന് കൽബിലേക്ക് സരള സുന്ദരമായി ലളിത മനോഹരമായി വശ്യവചസ്സായി വചനാമൃതങ്ങളുടെ റൂഹിന്റെ ഔഷധവും സ്വച്ഛന്തമായ പാനീയമൊക്കെ ആത്മാർത്ഥതയിലൂടെ കൈമാറിയ പ്രിയങ്കനായ പ്രബോധന മേഖലയിലെ വളരെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനും എഴുത്തുകാരനും ചിന്തകനുമൊക്കെയായ ബഹുമാന്യനായ അബ്ദുറസാഖ് മൗലവി, എന്റെ പ്രിയങ്കരനായ അളിയൻ, അതുപോലെ അദ്ദേഹത്തിന്റെ കൊച്ചു മകൻ ഹിഫ്ലിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, വന്യവയോധികരായ കാരണവന്മാർ, മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ദിക്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനസ്സാണ്.
രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്ന വിശ്വാസം. ഇന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ ഒരു രാത്രി അറഫാന്റെ സംഗമത്തിനുള്ള വിശ്രമവും മുന്നോടിയായുള്ള സംഗമവും അതിനുവേണ്ടിയുള്ള മാനസികമായ ഒരുക്കവും ലക്ഷങ്ങൾ മിനായിൽ നടത്തിക്കൊണ്ടിരിക്കുകയും അറഫയിലേക്ക് ഏതാനും സമയത്തിന് ശേഷം മിനായിൽ നിന്ന് വെള്ളക്കടൽ ഒഴുകുകയും ചെയ്യുന്നതിന്റെ മുന്നോടിയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരെ അനുസരിച്ചുകൊണ്ട് അവരുടെ ദുആയിൽ പങ്കെടുക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നതിന്റെ ഭാഗമായി ഒരു അനൗൺസ്മെന്റോ നോട്ടീസോ മറ്റുള്ള ഫ്ലക്സോ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ പോലുമില്ലാതെ ജുമുഅയ്ക്ക് ശേഷമുള്ള 2 അക്ഷരം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, അറഫാന്റെ ദിവസം എന്നത് സത്യത്തിൽ മൻ അറഫ നഫ്സഹു ഫഖദ അറഫ റബ്ബഹു അതിനു വേണ്ടിയുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് പൂർത്തീകരിച്ചതിന്റെ സന്തോഷമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത് അത് പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടത് നാളെയാണ്. ഇങ്ങനെയുള്ള ഒരു ദുൽഹിജ്ജ് 9 അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞാനൊന്ന് ഇരിക്കട്ടെ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ശരീഅത്തിന്റെ സകല നിയമങ്ങളുടെയും പൂർത്തീകരണം നടന്നത് ദുൽഹിജ്ജ് 9. അതിന് സാക്ഷിയായ മണ്ണ് അറഫാത്താണ്. അതിന് സാക്ഷിയായ വഖത്ത് അറഫ. അത് ഒരു വലിയ സന്തോഷമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ശരീഅത്തിന്റെ ഹുക്മുകളില്ല, പ്രസ്താവനകൾ. ഹുക്മ് പൂർത്തിയായത് അതിന്റെ സന്തോഷം, അതാണ് സംഗമം. അതോടുകൂടി മൻ അറഫ നഫ്സഹു ഫഖദ അറഫ റബ്ബാ. ആരെങ്കിലും സ്വന്തം ശരീരത്തിന്റെ ന്യൂനതകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, ആരെങ്കിലും ഞാൻ ഒന്നുമല്ല എന്ന തീരുമാനത്തിലെത്തിയാൽ ഫഖദ് അറഫ അല്ലാഹു വലിയവനാണെന്നവന് ബോധ്യപ്പെടുന്നത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർത്ഥഗാംഭീര്യം അടങ്ങിയ അരുളപ്പാടിനെ ഹാജിമാർ അന്വർത്ഥമാക്കുന്ന സമയമാണ്. അതാണ് അറഫ. ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയും. ഇപ്പൊ അറഫയിൽ നാളാണ്ട് പോയൊക്കെ ശരിക്കും മനസ്സിലാവും. ഏത് മുതലാളിമാരും ഒരു കഷ്ണം തുണി കൊണ്ട് പുറക്കും. തലയിലൊന്നുമില്ല, കാലിന്റെ മടമ്പ് മറക്കൂല, വിരല് മറക്കൂല. ഏത് മുതലാളിമാരും ഞാൻ ഒന്നുമല്ല എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ അവർക്ക് മനസ്സിലാവും അല്ലാഹു വലിയവനാണെന്ന്. ശുറൂത്തുകളൊത്താൽ അറഫയിൽ നിന്ന് തിരിച്ചു വരുന്നവൻ റജുലുൻ ആരിഫാകും എന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അറഫ വന്നത്. അതാണ് ആരിഫീങ്ങളുടെ വ്യാഖ്യാനം. എന്നാൽ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് കുട്ടി ഫൈലി സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന് തിരസ്കൃതനാക്കപ്പെട്ട അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം അതിനോട് വളരെ വലിയ ചിന്തനീയമായ ഗുണപാഠ നിർഭരമായ വിശദീകരണങ്ങളുമായി എന്റെ പ്രിയ കൂട്ടുകാരൻ അബ്ദുറസാഖ് മുസ്ലിയാർ കടന്നു വന്നതുപോലെ ഒരു മകന് വേണ്ടിയുള്ള ഒരു പിതാവിന്റെയും ഉമ്മാന്റെയും സംഗമമായ അറഫ അത് ദുൽഹിജ്ജ് 9 അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം
തന്റെ സഹധർമ്മിണിയായ ഹവ്വാ റളിയല്ലാഹു തആല കണ്ടുമുട്ടിയത് ദുൽഹിജ്ജ് 9-നാണ്. അത് അറഫയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവര് കണ്ടുമുട്ടി, അവർക്ക് മനസ്സിലായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ ബീവിയെയും മകനെയും തെരഞ്ഞ് പിന്നീട് വന്നപ്പോൾ കണ്ടുമുട്ടിയത് അവിടെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് കണ്ടു മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് യൗമു അറഫ. അല്ലെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിട്ട് മക്ക പ്രവിശ്യയിലെ ഓരോ പ്രത്യേകമായ അടയാളങ്ങളും പോയിന്റുകളും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അത് ഇന്നതാണ് ഇബ്രാഹിം, ഇത് ഇന്നതാണ് ഇബ്രാഹിം. പോരാ, ഹജ്ജിന്റെയും ഉംറയുടെയും തീരുമാനങ്ങളും നയങ്ങളും അതിന്റെ മസാലകളോ പ്രത്യേകമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജിബ്രീൽ അങ്ങ് കൈമാറിയപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം പറഞ്ഞു, അറഫ്തു ഹാദാ അറഫ്തു ഹാദാ അറഫ്തു ഹാദാ. അത് പറഞ്ഞ് പ്രഖ്യാപിച്ച ദിവസം യൗമു അറഫ. അതുമല്ലെങ്കിലോ നാളെ ജനങ്ങളൊക്കെ അവരുടെ തെറ്റുകൾ അള്ളാന്റെ മുമ്പിൽ സമ്മതിക്കുന്ന ദിവസമാണ്. അറഫ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നാണ്. ഏത് ഇവിടുന്ന് നിഷേധിച്ചാലും, ചെയ്തിട്ടില്ലേ നുണ പറയാന്ന് പറഞ്ഞാലും അറഫയിൽ എത്തിയാൽ ഇവിടുന്ന് നിഷേധിച്ചൊക്കെ തുറന്നു പറഞ്ഞ കാര്യം. നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകൾ ആളുകളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടുപടം പിടിക്കലുണ്ടല്ലോ, മറച്ച് പിടിക്കലുണ്ടല്ലോ, തെറ്റിനെ ന്യായീകരിക്കലുണ്ടല്ലോ. തെറ്റൊക്കെ എന്ന് വലിയ അഭിമാനത്തിൽ ചെയ്യുന്ന കാലാണ്. ഫ്ലൈറ്റ് കയറുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ചോദിക്കും, കള്ള് വേണോ, വിസ്കി വേണോ, വോഡ്ക വേണോ, റോക്ക് വേണോ, വിദേശ മദ്യാണോ, അങ്ങനെ ചോദിക്കണ കാലാണ് അഭിമാനത്തിൽ. വയല് വേണോ, സക്കർ വേണോ, ജഹീമ വേണോ, അതോ ജഹന്നമ വേണ്ടത് എന്നതൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ ചോദിക്കണ കാലം, ബഹുമാനത്തിലും ഇക്രാമിലൊക്കെ ചോദിക്കണ കാലാണ്. ചെയ്യുന്നത് മനുഷ്യൻ നിഷേധിക്കും, ചെയ്യുന്ന അന്യായത്തെ ന്യായമായിട്ട് മനുഷ്യൻ ദുർവ്യാഖ്യാനം ചെയ്യും. പക്ഷെ അവനും അവിടെ പോയാൽ ചെയ്തത് തെറ്റായ എന്ന് പറഞ്ഞ് മനം പൊട്ടിയിട്ട് സമ്മതിക്കും. അതുകൊണ്ട് യൗമ അറഫ എല്ലാരും സമ്മതിക്കുന്ന ദിവസമാണ്. എല്ലാരും സമ്മതിക്കും. ഞാനത് ഈ ഒറ്റ വിഷയം സുബിയാരെ പറയാം. പക്ഷെ ഞാൻ എന്നോട് പുറത്തുനിന്നും കുറെ ആളുകൾ വിളിച്ചു പറഞ്ഞു, ലഫ്ള് ഇട്ടിട്ടൊന്ന് വിശദീകരിക്കണം, കേൾക്കാൻ രസമാണെന്ന്. ഇത് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, ഉസ്താമാരൊക്കെ. അതുകൊണ്ടാണ് ഒരു 10-25 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആരിഫ്യങ്ങൾ ശരീഅത്തിന്റെ ഉലമാക്കളൊക്കെ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്, അവര് നമുക്ക് വേണ്ടി റെക്കമെൻഡിനും കൂടി പോയതാണ്. ഈ 2 പെരുന്നാൾ വരുന്നത് 2 പ്രധാനപ്പെട്ട ദിവസത്തിന്റെ പിറകെയാണ്. ചെറിയ പെരുന്നാൾ വരുന്നത് ലൈലത്തുൽ ഖദറിന്റെ പിറകെയാണ്. എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? അന്ന് ലക്ഷോപലക്ഷങ്ങൾ കഠിനകഠോരമായ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീപ്പന്തത്തിൽ നിന്ന് സ്വർഗീയ ഉദ്യാനത്തിന്റെ നടുക്കളത്തിലേക്ക് രക്ഷപ്പെടുകയാ. അപ്പോൾ അതിന്റെ പിറകെ ഒരു ആഘോഷം, അത് ചെറിയ പെരുന്നാൾ. ബലിപെരുന്നാളിന്റെ പ്രത്യേകത എന്താണ്? അറഫാന്റെ ദിവസത്തിൽ അതുപോലെ ഹാജിമാര് മാത്രമല്ല, യുഗ്ഫറുലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറല. ഹാജിക്കും അവൻ ആർക്ക് വേണ്ടിയാണോ പാപമോചനം തേടിയത് അവർക്കൊക്കെയും പൊറുക്കപ്പെടുന്ന സമയമാണ് അറഫാന്റെ സമയമെന്ന് തെറ്റാത്ത മാക്കിന്റെ മുത്തേ മുത്തലി മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ, എന്റെ പിതാവിന്റെ ഓർമ്മയിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി ഈമാനികമായ സ്നേഹബന്ധത്തിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട ബഹുമാന്യരായ സഹൃദയരായ എന്റെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആദ്യവും അവസാനവും മർമ്മവും പ്രധാനവും ചരടും മുരടുമായി ഹൃദയത്തിന്റെ ചിന്തയായി, ചിന്തയിലെ മാധുര്യമായി, ഹൃദയത്തിന്റെ തുടിപ്പായി, ഓർമ്മയിലെ കിനാവിന്റെ സ്വപ്നമായി, ഹൃദയത്തിന്റെ ദർപ്പണമായി, വിശ്വാസത്തിന്റെ മധുരമായി, മദീനയുടെ മലരായി, ലോകത്തിന്റെ പ്രഭയായി മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്കെന്റെ പ്രിയങ്കരനായ പിതാവ് ആദ്യമായി മുസ്തഫ നബിയെ കുറിച്ച് കേൾപ്പിച്ചൊരു പാട്ട് ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. ഖൽബിൻ
കവാടോ തുറന്നു നീ എന്റെ കവിത കൂടിയിരുന്നു നീ നല്ല കഥകൾ പറയുവാൻ വന്നിടൂ കൊച്ചു കാറ്റ് നീ കുളിരേക്കാൻ വന്നിടൂ കൽബിൻ കവാടോ തുറന്നു നീ എന്റെ കവിത കൂടിയിരുന്നു നീ നല്ല കഥകൾ പറയുവാൻ വന്നിടൂ കൊച്ചു കാറ്റ് നീ കുളിരേക്കാൻ വന്നിടൂ മരുഭൂമി മാക്ക മണൽ കാട്ടിലൂടെ പാറി പറന്നു നടന്നില്ല നീ മരുഭൂമി മാക്ക മണൽ കാട്ടിലൂടെ പാറി പറന്നു നടന്നില്ല നീ സൈന്യങ്ങൾ പോരാടിരുന്നതോ വീരശോതാക്കൾ വീണേ പിടഞ്ഞതോ അത് കണ്ടപ്പോൾ കണ്ണീരിയോ നല്ല കഥകൾ പറയുവാൻ വന്നിടൂ. ഞാൻ റബീഉൽ 12 മദ്രസയിലൊക്കെ വല്ലാതെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഉസ്താദുമാർ അതിനു വേണ്ടി പൊക്കി കൊണ്ടെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോ എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ഉപ്പാന്റെ കുട്ടി എന്താ പാടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പാട്ട് യാദൽ ജലാലെ യാ റഹ്മാൻ എന്നിട്ടൊരു പാട്ട് ഉസ്താദ് എഴുതി തന്നിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പാടിക്കോ, ഇപ്പൊ ഒരു പാട്ട് എഴുതി തരാനിട്ട് അവിടെ ഇരുന്നിട്ടാണ്ട് എഴുതിയിട്ട് പാടി തന്നു. ആദ്യം പാടി തന്നു. ഞാൻ അറിയാതെ ഓർത്തു പോകണം, അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു കാര്യം ശരിയാണ്, ഉറപ്പാണത്. ഞാൻ ഈ വെള്ളന്റെ ഉള്ളിൽ പെട്ടതിന്റെ ഉപ്പാന്റെ നാവാണ്. ഞാൻ വലിയ ആലിമാണെന്നൊന്നുമല്ല പറയുന്നത്. ഈ വെള്ള തുണി കുപ്പായത്തിന്റെ ഉള്ളിൽ പെടുക വേഷം ദോഷത്തെ തടുക്കുന്നതാണ്. ഇങ്ങനെ സിനിമ കാണാൻ കഴിയില്ല, ഉറപ്പാണ്. ഇങ്ങനെ വിഭജിക്കൂല, ഇങ്ങനെ പെണ്ണിനെ ചാടിച്ചു കൊണ്ടുപോകില്ല, ഇങ്ങനെ കള്ളുടിക്കൂല. ഇത് ഊരിയാലേ പറ്റുള്ളൂ. അതിന് വേറൊരു പണി എടുക്കണ്ടേ. അതുകൊണ്ട് ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ ഇന്നെ ആക്കിയതിന്റെ പേണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. നാളെ പരീക്ഷയാണ്. ഇന്ന് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അന്ന് വീട്ടിലൊന്നും എന്റെ അളിയൻക്കൊക്കെ അറിയാം, അദ്ദേഹത്തിനൊക്കെ മടിയിൽ ഇരുത്തിയിട്ടിന്റെ ഇപ്പൊ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അവസാനത്തെ അങ്ങനെ ഒരു ഹാലായിരുന്നു അദ്ദേഹത്തിന്. കുറച്ചു കാലം സുഖമില്ലാതെ കിടന്നു. അപ്പോ ഒരുപാട് എണ്ണപ്പെരുപ്പുള്ള ഇബാദത്തിന് അദ്ദേഹത്തിന്റെ ക്ഷീണം വിസമ്മതിച്ചുകൊണ്ടും തടഞ്ഞതുകൊണ്ടും ആയിരിക്കാം അവസാനത്തിൽ ഏത് സമയം ഇബാദത്ത് മാത്രമായിരുന്നു. വീട്ടിൽ കറണ്ട് ഇല്ലാത്ത കാലാണ്. എപ്പോ നീച്ചു നോക്കിയാലും ചിമ്മിണി വിളക്കിങ്ങനെ കത്തുന്നുണ്ടാവും. അതിന് മുമ്പിൽ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഓതിയിട്ട് കരയുണ്ടാവും. SSLC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കിടക്കണതിന്റെ നേരെ താഴെയാണ് ഞാൻ ഇരിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ധൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നാളെ പരീക്ഷ ആണെങ്കിൽ ഫരീഖും സഹീർ തീരുമാനിക്കുന്ന സമയമല്ല അത് SSLC ആവുമ്പോ. അപ്പൊ ധൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തെ അവസ്ഥയിൽ എന്താ, വാപ്പ വലത്തുവത്തും എടുത്തുവത്തും കാക്ക വടിയെടുത്തിട്ട് കുട്ടിനെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയല്ലേ. പക്ഷെ എന്റെ അപ്പ പറഞ്ഞതല്ല, പഠിച്ചുകൊണ്ടിരിക്കണം. എന്നോട് ചോദിച്ചു, മോനെ വാപ്പ മരിച്ചാൽ ഖബറിൽ നിന്നിട്ട് മോൻ, അത് ആ വാപ്പയും ഈ മോനും എന്ന നിലയിൽ ചോദിച്ചതല്ല, ഒരു തത്വം പഠിപ്പിച്ചതാണ്. ഒരു വാപ്പ മരിച്ചാൽ ഒരു മകൻ ഖബറിൽ വന്നിട്ട് ദ്വാരക്കൽ എങ്ങനെയെന്ന് എനിക്കറിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ പുസ്തകം കൊണ്ട് പൂട്ടി വെച്ചു. എനിക്കറിയില്ലായിരുന്നു. എന്നാലേ ആ പുസ്തകം കണ്ട് പൂട്ടിയൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ഇതിന്റെ അമ്മ അടുക്കളയിൽ നിന്ന് കേട്ടു. ഉമ്മ എന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ ആ കുട്ടീനോട് ഈ സമയത്ത് പറഞ്ഞു, നാളെ അതിന് പരീക്ഷ അല്ലേന്ന് ചോദിച്ചു. പരീക്ഷ കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ പോരെന്ന് വെച്ചു. അപ്പൊ എന്റെ അപ്പ പറഞ്ഞു, അതിന് എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഉപ്പാന്റെ അടുത്ത് എഴുതു വാങ്ങിയ ദ്വാ ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കണ എന്നോട് വാപ്പ ഖബറ് കിടക്കുമ്പോ മോൻ ദ്വാ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, ഉപ്പാന്റെ കുട്ടി ഒരു മൂല്യരാണെന്ന് പറഞ്ഞു. അതിന്റെ കൽബിൽ അങ്ങോട്ട് തറച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഏതോ പറമ്പിലായിരിക്കും, ഉറപ്പാണ്. എന്റെ അന്നത്തെ ഓരോ രീതി എന്ന് പറഞ്ഞാല് അന്ന് ഈ പാട്ടിന് നല്ല കമ്പുള്ള കാലാണ്. ഞാൻ ഗാനമേളയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഇപ്പോ പാടാൻ കഴിയില്ലെങ്കിലും ഒപ്പം പോയിട്ട് പാടണോ. അപ്പൊ എന്നെ ഗാനമേളന്റെ പറമ്പിൽ തെരഞ്ഞാൽ മതിയാവുന്നത്. അന്ന് അതിന്റെ ഒക്കെ ഒരു കാലാണ്. പക്ഷെ ആ ഒരു വാക്ക് എന്നെ ഇങ്ങോട്ട് തട്ടിത്തിരിച്ചു. അതുകൊണ്ട് ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ ഞാൻ പെട്ടതും ഈ വാക്കുകൾ സ്റ്റേജിൽ കയറിയിട്ട് പറയാൻ കാരണവും
ആ മനുഷ്യനാണ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എനിക്ക് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു സ്നേഹ സമർപ്പണം എന്റെ പിതാവിന് ഇത് തന്നെ. നിങ്ങളൊക്കെ കിട്ടിയെന്നുള്ളതാണ്. ഇതെന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നി ഈ കൊല്ലം പടച്ചുകൊണ്ട് ചെയ്യാന്ന്. അതുകൊണ്ട് അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ വല്ല പാളിച്ചകളും മനുഷ്യൻ എന്ന നിലയിൽ സംഭവിച്ചിട്ടുണ്ടായേക്കാം. ഒന്നുമല്ലാത്ത ഈ പാവപ്പെട്ടവൻ വളരെ താണുകയാണ് നിന്നോട് ചോദിക്കുകയാണ്, റബ്ബേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടോർത്തുകൊണ്ട് ഇതിന്റെ മുഴുവൻ സവാബ് വെളിച്ചമായി തെളിച്ചമായി സന്തോഷമായി എന്റെ പിതാവിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു നൽകണ റബ്ബേ. അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹുവേ. ജീവിതകാലത്ത് അദ്ദേഹത്തിന് ഓർത്തുകൊണ്ട് സമർപ്പിച്ചത് നീ ഖായിബാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ മരിച്ചു പോയവരുടെ ബാക്കിയുള്ള ആളുകൾ, എന്റെ പിതാവ് മാത്രമല്ല, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഈ നാട്ടിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് ആളുകൾ, അപ്പൊ വെറുതെ മിഞ്ഞാന്ന് ഇങ്ങനെ കിടന്ന് ചിന്തിച്ചു, എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഖബറിലാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ കുടുംബത്തിലോ, എനിക്കിപ്പോ 39-40 വയസ്സായി, ഇതിന്റെ ഇടയിൽ എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പരിചയത്തിൽ നിന്ന് പോയ ആളുകൾക്ക് കയ്യും കണക്കില്ല. എന്നെ സ്നേഹിച്ചിരുന്ന, എനിക്ക് ഭക്ഷണം നൽകിയിരുന്ന, എന്നെ കുളിപ്പിച്ചിരുന്ന എന്റെ വല്യമ്മ വല്യപ്പ, എന്റെ ഇളയമ്മ, എന്റെ അമ്മാവൻ ഇപ്പൊ 2 ആഴ്ച മുമ്പ് മരിച്ചു. പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും മുമ്പിൽ വന്നിരിക്കും. ഒരു മൂത്ത അമ്മോന് ഒന്നുമല്ലാത്ത എന്റെ പ്രസംഗം ഒക്കെ വേണ്ട, എത്ര കിലോമീറ്റർ ആണെങ്കിലും മഴ കൊണ്ടിട്ട് കൊട പിടിച്ചിട്ട് വഫാത്തിന്റെ ഒരു 7 ദിവസം വരെയുള്ള പ്രസംഗം അദ്ദേഹം കേട്ടിട്ടുണ്ട്. പ്രസംഗം കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അറിയാം, അമ്മൻ പോവില്ല, അമ്മ ഇങ്ങനെ മാറിക്കും. എന്നിട്ട് മൂപ്പരിക്കുന്ന ഒന്ന് കണ്ട് കൈ പിടിച്ചിട്ട് പോയാലും ഉറക്കം വരുള്ളൂ. അത്ര എന്നെ സ്നേഹിച്ചിരുന്നു എന്റെ അമ്മ. 2 ആഴ്ച മുമ്പ് മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ മരിച്ചവരുടെ ബാക്കിയുള്ളവരാണ്. മമ്മൂട്ടി വയസ്സിന്റെ വാപ്പ മരിച്ചു. കുറച്ചു മുമ്പ് ഈ നാട്ടിനൊക്കെ വെളിച്ചുണ്ടാക്കി തന്ന ആളാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ എത്ര AV കുഞ്ഞുമാനാജി, ഇതൊക്കെ കാണുമ്പോൾ ഒരു ആചാര്യ എനിക്ക് ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട ഫിക്കർ വേറെ കുഞ്ഞാമാൻ, ഇതൊക്കെ അയാളെ ഓർമ്മയാണ്. അദ്ദേഹം മരിച്ചു. അബൂബക്കർക്ക് മരിച്ചു, അബുക്ക് മരിച്ചു, പോക്കർക്ക് മരിച്ചു, ബഷീർക്ക് മരിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്റെ പ്രാസ്ഥാനിക ബന്ധത്തിലെ നേതാക്കളെ കുറിച്ച്. അപ്പോഴും എന്റെ ആഴ്ചനിടയിൽ മരിച്ചവർക്ക് കയ്യും കണക്കില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചുവാന്. കണ്ണിയത്ത് ഉസ്താദ്, ഉടനെ CH ഉസ്താദ്, ഉടനെ ശംസുലമ, വൈകാതെ KT ഉസ്താദ്, പിന്നെ നാട്ടിക ഉസ്താദ്, KT ഉസ്താദ്, അതിന് മുമ്പ് KV ഉസ്താദ്, അങ്ങനെ ഇപ്പൊ അടുത്ത് ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ, അമൽ ശാബ്ദങ്ങൾ, ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി. എത്രയാണ്? അതിന്റെ തെർത്തീബ് അനുസരിച്ച് പറഞ്ഞതല്ല, എത്രയാണ് സത്യത്തിൽ. മിഞ്ഞാന്നിങ്ങനെ ചിന്തിച്ചപ്പോ ഒരു പിടുത്തം കിട്ടില്ല. പിന്നെ ഞാന് കുട്ടികളോടൊന്നും ഉണ്ടാതെ ഒരു ദിവസം വാലടിച്ചിരിക്കുന്നു. കാരണം മനുഷ്യന് ചിന്ത വല്ലാതെ കുഴപ്പം. ഇത് നാളെ നമ്മൾ ഓർമ്മകളാണ്. ഇങ്ങനെ ഓർക്കുമ്പോ മീസാങ്കൽ എഴുതിയ ആ പേരിങ്ങനെ വായിക്കേണ്ട ആളുകളാണ്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഓർമ്മക്ക് വാക്കി വെക്കണം. അത് ഇൽമും അമലും മാത്രമേ ഉള്ളത്. അത് പൊളിയാത്ത സ്മാരകമാണ്. നമുക്ക് നമ്മുടെ സ്മാരകം പണിയാൻ കഴിയണം. ആരെങ്കിലും നമ്മൾ മരിച്ചാൽ സ്മാരകം പണിതാൽ അതിന്റെ സിമന്റ് പൊളിയും. കാലപ്പഴക്കത്തിൽ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ കമ്പി തുരുമ്പൊടിക്കും, നുരുമ്പിപ്പോകും. പക്ഷെ നമ്മളെ ഇൽമ കൊണ്ടും അമല് കൊണ്ടും സ്ഥാപിച്ച സ്മാരകം പൊളിക്കാൻ അത് അനശ്വരമാണ്. ആർക്കും കഴിയും. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് ത്യാഗങ്ങളുടെ ഓർമ്മയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളാണ്. ഏതാണ് ത്യാഗങ്ങളെന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയുടെ പൊരുളാണ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടില്ലെങ്കിൽ മുസ്തഫ നബി വരൂല എന്നല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശാരീരിക ലോകത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാവായത്. എന്നാൽ ആത്മീയ ലോകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും സാക്ഷാൽ ആദം നബി അലൈഹിസ്സലാമിന്റെയും പിതാവല്ലയോ അബുൽ അർവാഹി മുഹമ്മദുൻ.
അബുൽ അർവാഹി മുഹമ്മദുൻ നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ് നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് പറഞ്ഞതിന്റെ പൊരുളെന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് ഭൂമിയിൽ എവിടെയും വരാമായിരുന്നു. പാകിസ്ഥാനിൽ വരാമായിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ വരാമായിരുന്നു, അമേരിക്കയിൽ വരാമായിരുന്നു, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ നിന്ന് മാറി മറ്റൊരു ഭൂഖണ്ഡത്തിലാകാമായിരുന്നു. ഇനി ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഇന്ത്യയിലാകാമായിരുന്നു, ഒമാനിലാകാമായിരുന്നു. പക്ഷേ ദുആ ചെയ്തുകൊണ്ട് ആ പ്രകാശത്തെ മക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് അത് അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം. അന ദഅവത്തു അബീ ഇബ്രാഹിം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്രാഹിം നബി ദ്വാരന്നിട്ടില്ലെങ്കിൽ അള്ളാന്റെ റസൂൽ വരൂല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ റസൂലുള്ളാഹിക്ക് എവിടെയും വരാം. കാരണം ഈ ഭൂമി റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് നിങ്ങളൊരു പുതപ്പിങ്ങനെ ഒരു പരവതാനി വിരിച്ചെന്നാ എനിക്ക് എവിടെ ഇരുത്താം. കാരണം എനിക്ക് വേണ്ടിയുള്ളതാണ് ആ പരവതാനി. എവിടെ എനിക്ക് ഇരിക്കാം. പക്ഷെ നിങ്ങൾ എന്നെ പിടിച്ചിട്ട് ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ പറയും ഇന്ന ഇവിടെ ഇരുത്തിയത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ പോലെ റസൂലുള്ളാഹിക്ക് എവിടെയും വരാം. പക്ഷെ ദ്വാരന്നിട്ട് ഇബ്രാഹിം പറഞ്ഞ് കുട്ടി ഇവിടെ ഇരുന്നോളില്ല. അതാണ് ആ ദ്വാ. ഏതാ ദ്വാ കേട്ടോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. സത്യത്തിൽ റബ്ബന വബഅസ് ഫീഹിം അതല്ല, ഇതിലെന്നെ ഉണ്ട് ദുആ. ഇതാണ് പുതപ്പിന്റെ നടുവിൽ ഇത്തൽ. ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, അതിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അതിലുണ്ട് ഔലിയാക്കൾ അതിന്റെ ഇഷാറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ദുർരിയത്തി, ഒരു മോനാണെങ്കിൽ വലതി എന്ന് പറഞ്ഞാൽ മതി. മിൻ ദുർരിയത്തി എന്ന് പറഞ്ഞ ഒരു മോനല്ല. മിൻ ദുർരിയത്തി എന്റെ സന്താനങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാണത്? ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിന്റെ മുതുകിലുള്ള മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവിടെ ഇരുത്തി. أنا دعوة أبي إبراهيم نبينا محمد مصطفى. അത് തന്നെ ഇവിടെ ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കണേ, പെങ്ങന്മാരെ നിങ്ങൾ ഓർക്കണേ, ചെറുപ്പക്കാരെ നിങ്ങളുടെ ഹൃദയം ബന്ധപ്പെടുത്തണേ, കാരണവന്മാരെ നിങ്ങളുടെ ഓർമ്മകൾ ചിറകടിച്ചുകൊണ്ട് ആ കുന്നിൻ മുകളിലേക്ക് ഈ രാത്രിയിലൊന്ന് പറക്കണേ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഇലാഹന എന്നല്ല, മാലിക്കന എന്നല്ല, മാലിക്കന എന്നല്ല, തെർബിയത്താണ് പറഞ്ഞത്. കാരണം അവിടെ പ്രധാനമായി വേണ്ടത് തെർബിയത്താണ്. എന്ത്? അവിടെ സസ്യങ്ങളില്ല, അവിടെ പച്ചപ്പല്ല, അവിടെ പച്ചക്കറിയില്ല, അവിടെ കുടുംബാതിഥികളില്ല, അവിടെ ഉറ്റവരില്ല, അവിടെ ഉടയവരില്ല, അവിടെ അയൽവാസികളില്ല, അവിടെ അങ്ങാടിയില്ല. ഒഴിഞ്ഞ കൂറ്റൻ പർവ്വത പാറക്കെട്ടുകൾക്കിടയിൽ ഒരു ചോര പൈതലിനെയും സഹധർമ്മിണിയെയും വിട്ടേച്ചുകൊണ്ട് കടന്നു പോവുകയാണ് കുടുംബനാഥൻ. പക്ഷെ അപ്പോൾ വിളിച്ചത് റബ്ബന റബ്ബി എന്ന് വിളിച്ചില്ല. ഇത് മാത്രം മതി മണിക്കൂറുകൾ പ്രസംഗിക്കാൻ. കുടുംബനാഥൻ എപ്പോഴും റബ്ബനയായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة. അതിന്റെ അടിസ്ഥാന റബ്ബന കുല്ലുകും റാഇ വകുല്ലുകും മസ്ഊലുൻ അൻ റഅയതിഹി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വരിയുടെ പ്രാരംഭം തന്നെ ഇതിന്റെ തഫ്സീറിന്റെ രത്ന ചുരുക്കമാണ്. റബ്ബന എന്റെ റബ്ബേ എന്ന
എന്നല്ല, ഞങ്ങളുടെ റബ്ബേ കുടുംബനാഥൻ എപ്പോഴും നമ്മളാണ്. വാപ്പ നിസ്കരിക്കുക, ഉമ്മ തഹജ്ജുദിന് എണീക്കുക, വീട്ടിലുള്ള പലരും സുന്നത്തനുഷ്ഠിക്കുക. പക്ഷെ ചെറുപ്പക്കാര് അതാ അരമുറിയൻ പാണ്ട് ധരിച്ചുകൊണ്ട് സൗസർവാലന്മാരായി മൊബൈലേകളായി അങ്ങാടികളിലൂടെ പാതിരാവിട്ടുള്ളവയിൽ ബഹളം വെച്ചുകൊണ്ട് പോലും കാണിപ്പിക്കുന്ന ഭൂനിവാസങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അവിടെ റബ്ബന പൊളിയുകയാണ്. ദുൽഹിജ്ജിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് റബ്ബന ഞങ്ങൾ എന്നതില്ല. നിസ്കാരത്തമ്പുള്ള വാപ്പാന്റെ മോന് കള്ളിന്റെ കുപ്പി വാങ്ങി കുലിക്കണ കാലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിൽ വാപ്പാക്ക് ഒരു പരാതി ഇല്ല എന്നുള്ളതാണ് എന്റെ വിഷയം, വേറൊന്നുമല്ല. ഞാൻ വെറുതെ ഇരുത്തിയതല്ലത് മാതൃക്ക് ഇരുത്തിയതാണ്. ഇനി ഇരുത്താൻ കുറെ എന്റെ കുടുംബത്തിലെ ആളുകളുണ്ട്, പക്ഷെ അവിടെ സാമ്പിളിലൊന്ന് ഇരുത്തി തന്നാണ്, മറ്റവരൊക്കെ താഴ്ത്തിരുത്തിയാണ്. ഇത് മാതൃക. ഇങ്ങനെയാണ് വാപ്പി മോനും വേണ്ടത്. ഇങ്ങനെയാണ്. ഇത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ജുബ്ബല്ല, അത് എപ്പോഴുള്ള ജുബ്ബല്ല. വാപ്പി മോൻ അങ്ങനെയാണ്. ഞാൻ എന്റെ കുടുംബത്തിലൊരാളെ പൊക്കല്ല. അദ്ദേഹത്തിന് അറിയാം എന്റെ സ്വഭാവം അറിയാം. എന്റെ കുടുംബത്തിൽ എനിക്ക് ബന്ധമുള്ളത് ദീനുള്ളവരോടാ. ദീനില്ലാത്ത ഫരീഖിനെ ഞാൻ ചവിട്ടാത്ത ആളാണ്. ദീനില്ലാത്ത ഫരീഖ് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നിട്ടും കേട്ടില്ല അങ്ങോട്ട് ഞാൻ ചവിട്ടുന്നില്ല. കല്യാണത്തിന് വിളിച്ചാലും പോകില്ല. എന്റെ ആ പോക്കിരിത്തരം ഭാഷ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്തെങ്കിലും ജാക്കറ്റ് പൊന്തിക്കില്ല, മാതൃക കാണിച്ചില്ല. ഇത് എന്തൊക്കെ. ഇപ്പൊ ഇന്നലെ ഉച്ചക്ക് എന്റെ അടുത്തൊരു ഉസ്താദ് വന്നിരുന്നു, കൊടുങ്ങല്ലൂരിന്ന്. കേരളത്തിലെ ശനിബേ ഇത് കട്ടാക്കി ഈ പറഞ്ഞ കേരളത്തിലെ രണ്ടാമത്തെ പള്ളി അവിടെയാണ്. ഒന്നാമത്തെ പള്ളി ജോലി ചെയ്യുന്ന ആളല്ല, രണ്ടാമത്തെ പള്ളി ജോലി ചെയ്യുന്ന ആൾ. അദ്ദേഹം മദ്രസയിലുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞതാണ്, മദ്രസയിലുണ്ട്. അയാള് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അദ്ദേഹം മദ്രസയിലെ പിന്നെ ഈ കൊല്ലാണ് അവിടെ ജോലി ഏറ്റത്. കുട്ടി വൈകി വന്നു, 1 മണിക്കൂർ വൈകി വന്നു. അപ്പൊ സദർ വെച്ചു, ഇത് എത്ര വൈകിയെന്ന് വെച്ചു. പടം കണ്ടു വന്നാണ്. ഒരിക്കലും ഒരുപാട് ചെറുപ്പക്കാർ അവരെ കൂട്ടിയിരുത്തിയിട്ട് ഈമാങ്കാര്യം ചോദിച്ചു. അനുഭവമാണ്. 50 ചില്ലാൻ ചെറുപ്പക്കാരെ കൂട്ടിയിരുത്തിയിട്ട് ഈമാങ്കാര്യം ചോദിച്ച ഒരു ഉസ്താദ് ഈമാങ്കാര്യം 6 പറഞ്ഞത് 3 ചെറുപ്പക്കാരാണ്. 3 ചെറുപ്പക്കാർ. മറ്റൊരാണ്ടുണ്ടോ 4 5 എന്താ 6 ഇങ്ങനെ പറയാന്നല്ലാതെ ഉറപ്പിക്കുന്നില്ല. ഇന്റർവ്യൂക്ക് പോയപ്പോ പണ്ടൊരാൾ പറഞ്ഞില്ല, ബംഗാളി പറഞ്ഞാലോ. ഈ 2 ആളും കൂടി പോയതാണ് പള്ളിയിൽ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ പ്രസിഡന്റ് ചോദിച്ച് ഇസ്ലാം കാര്യം എത്ര? അപ്പം പറഞ്ഞാലോ ഇസ്ലാം കാര്യം 5 5 10 ബംഗാളി. അപ്പൊ പ്രസിഡന്റ് 10 15 പ്രസിഡന്റ് 15 അല്ലല്ല 20 25 പ്രസിഡന്റിന് മനസ്സിലായി ഇതിനിപ്പോ 1000 വരെ പോകുന്നു. അയാൾ പറഞ്ഞേ മെല്ലെ വിട്ടോ, വേറെ എവിടെയും നോക്കി പറഞ്ഞു. മറ്റാളിങ്ങനെ വഴിയിൽ കാത്തിക്കാണ് ഇവനോട് എന്തൊക്കെയാ ചോദിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓൻ ചോദിച്ചാലോ എന്താണ് സംഗതി എന്ന് വെച്ചാലോ. അപ്പൊ ഇസ്ലാംകാരെ എത്രയെന്ന് ചോദിക്കും. അപ്പൊ എന്താ പറയാന്ന് ഇവൻ അങ്ങോട്ട് വെച്ചു. അതിലിവൻ പറഞ്ഞു 5 ഞാൻ പറയും. 5 25 വരെ പറഞ്ഞിട്ട് ശരിയായിട്ടില്ല. ഞാൻ അവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി, കീഴ്പോട്ടേക്ക് പോരണ്ട. അല്ല, നമ്മളെ മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ ഈമാൻകാരെ എത്രയെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് പറയാൻ കിട്ടുന്നില്ല. സുബ്ഹാനഹുവ. അതേ സമയത്ത് ഉസ്താദ് ഇന്ന് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോ നിലവിലുള്ള എല്ലാ സിനിമയുടെ പേരും പറഞ്ഞതാണ്. എല്ലാ പടത്തിന്റെ പേരും 14 പടത്തിന്റെ പേര് പറഞ്ഞത് 8 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. 14 പടത്തിന്റെ പേര്. ഈമാൻകാര്യം പറയാൻ 50 ആൾക്കാരിൽ നിന്ന് 3 ആൾക്കാർക്കേ പറ്റിയിട്ടുള്ളൂ. ഇന്നത്തെ സമാന്റെ ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞത്. ചിന്തിക്കണേ, വാപ്പാര് നല്ലവരാണ്. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ ഓർക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ആ ബോധതലം തലയിൽ കയറിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഫൈലി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനെ ഇൽമ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർത്തത്. ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ വിജ്ഞാനത്തിലേക്ക് ചേർക്കാൻ ഞാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇനിയും ചോദിക്കട്ടെ, റബ്ബനാ, നമ്മുടെ
നമ്മുടെ തലയിൽ തൊപ്പിയുണ്ടായാ പോരാ, പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ പോരാ, തലയിൽ നിസ്കാരത്താമ്പുള്ള വാപ്പ മുഖമക്കര ധരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ വഴിപ്പെട്ട് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉമ്മ, ഈമാനോടെ മരിക്കാൻ കൊതിക്കുന്ന കുടുംബമേ, ആ കുടുംബത്തിലുള്ള ചവറുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ലേ? ഇല്ലെങ്കിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി തേടുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. അത് കുടുംബനാഥന്റെ തേട്ടമാണ്. ഞാനല്ല. ഇന്ന് ചില നല്ല സഹോദരിമാരുണ്ട്, കുറച്ച് പ്രായം കൂടിയവര്, മുഖമൊക്കെ ശരിക്കും മറക്കും, മക്കനക്കിടും, ചിലപ്പം മുഖം മറക്കും. 10-75-80 വയസ്സായിട്ടുണ്ടാവും. ഞാൻ ഒരു മുഖം തുറന്നിച്ചാലും മസാലയിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും മറച്ചടക്കും. നമ്മളതിനെ എതിർക്കല്ല, നല്ല തന്നെയാണ്. പക്ഷേ അങ്ങനെ കല്യാണത്തിന് മുമ്പ് ഒപ്പമുള്ള 17 വയസ്സുള്ള മോളുണ്ടാവും, കയ്യും കാലും മുഖമൊക്കെ കാണിച്ചിട്ട് ഒപ്പം നടക്കണേ. റബ്ബനെ പൊളിച്ചു പോകും. നിങ്ങൾ മാത്രം സ്വർഗത്തില്. ഈ മോളെന്തെയും അവിടെയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കേണ്ടത്. താൻ മാത്രമല്ല, തന്റെ മകൻ മാത്രമല്ല, തന്റെ സഹധർമ്മിണി മാത്രമല്ല, പരമ്പരയിലൂടെ വരുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊരു പ്രഖ്യാപനമാണ്, റബ്ബനാ, വഹദാനാക്കി പറയാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിക്ക് അറിയാത്തത് കൊണ്ടല്ല. അത് പിന്നീട് പറഞ്ഞു. ഇന്നീ അവിടെ ഇന്ന എന്ന് പറഞ്ഞില്ല. കാരണം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പണിയാണ്. അത് കുടുംബനാഥന്റെ റോളല്ല, അത് തന്റെ അധ്വാനമാണ്. ഇന്നീ, ഞങ്ങളെ രക്ഷിതാവേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് ഞാൻ എന്നാണ്. നിശ്ചയം ഞാൻ അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ബൈതികൽ മുഹറർ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിങ്കൽ ഞാൻ എന്റെ മക്കളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാൻ സമാധാനത്തോടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എപ്പോഴും ഈ മാസത്തിൽ ഓർക്കേണ്ട, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു പ്രയോഗമാണിത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, ടൈം പാസിന് വേണ്ടി നടക്കുകയാണ്, ടൈം പാസിന് വേണ്ടി സിനിമ കാണുകയാണ്, സമയം പോവാത്തത് കൊണ്ട് സീരിയൽ തുറന്നതാണ്, സമയം പോയി കിട്ടാത്തത് കൊണ്ട് കോമഡി നോക്കി യന്ത്രമായതാണ്, എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് സമയം കിട്ടാത്തതിനാൽ അങ്ങാടിയിൽ പോയിരുന്നതാണ് എന്നൊക്കെ ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് വെടുവായുധങ്ങൾ പറഞ്ഞുകൊണ്ട് അതുപോലും അതാ അല്ലാഹുവിൽ നിന്ന് അകലാനുള്ള കാരണമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ, അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ എവിടെയാണ് സമയമുള്ളത്? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഖബറാകുന്ന ഗർഭാശയത്തിലൂടെ ദുനിയാവാകുന്ന പാലം കിടക്കുന്ന നമുക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതല്ലേ? ഓരോ മൈക്രോ സെക്കൻഡും കനപ്പെട്ടതല്ലേ? അതങ്ങ് തുറ പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താനുള്ളതാണോ? സീരിയൽ നോക്കി നഷ്ടപ്പെടുത്താനുള്ളതാണോ? കോമഡി നടന്ന് അണ്ണാക്ക് കാണിച്ച് അട്ടാസിച്ച് ചിരിച്ചുകൊണ്ട് രാക്ഷസനായി മാറാനുള്ളതാണോ? അല്ല. അവിടെയാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അസ്കന്തു മിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്ന് ചില ആളുകളെ ഞാൻ അസ്കന്തു, ഞാൻ ഇടക്ക് പറയലുണ്ട്, നമുക്ക് ഇങ്ങോട്ട് വരും, നിങ്ങൾ ഇവിടെ ഇരിക്കും. അങ്ങനെ ആരും ക്ഷണിച്ചു വരുത്തിയൊന്നുമല്ല. റസാഖ് ബന്നണിനോട് ഞാൻ പറഞ്ഞത് 1/2 മണിക്കൂർ മുമ്പാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പൊ ഇവിടെ ഇരിക്കേണ്ട ആളുകളൊന്നല്ല. ഞാൻ വെറുതെ ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു, എന്റെ ഉപ്പാന്റെ വലിയൊരു ദ്വാണ്ട് നിങ്ങൾ വരുമെന്ന് വെച്ചു. ഞാൻ എങ്ങനെയായാലും വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞല്ല, അവിടുന്ന് വരുന്നാ മതി എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടിട്ട് അല്ല, ഞാൻ എങ്ങനെയായാലും വരും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. റസാഖ് ബന്നാനി വേറെ 2 പരിപാടി, ഒന്ന് കോട്ടക്കൽ ഒരു മീറ്റിംഗ്, ഇപ്പൊ ഒരു മജ്‌ലിസും അതും പങ്കെടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. പകരം ദുആ അല്ലാതെ ഒന്നുമില്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കി കൊടുക്കട്ടെ. പിന്നെ നബിയിൽ പിന്നെ മമ്മൂട്ടി വഹിച്ച് പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ ക്ഷണിക്കലൊന്നുമില്ല. മണത്തറിഞ്ഞു വരുന്ന ആളാണ്.
മണത്തറിയുന്ന ചോറ് മണത്തറിഞ്ഞ് വരുന്നുള്ള അർത്ഥം അദ്ദേഹത്തിന് തടി കണ്ടിട്ട് വെക്കരുത് നിങ്ങൾ. മണത്തറിയുന്ന നെന്മക്കൊരു വാസന ഉള്ള ആളാണ്. ഞാൻ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയലുണ്ട്. അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഒറ്റയടിക്ക് പറഞ്ഞാൽ കൽബ് ശുദ്ധിയുള്ള മനുഷ്യനാണ്. അള്ളാഹു തആല നമ്മളെ കൽബും ശുദ്ധിയാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാൻ അസ്കൻ തോതി ചിന്തിക്കണം. അസ്കൻ തോ സത്യത്തിൽ പറയേണ്ട എന്താണ്? പഠിച്ചോനെ, എന്റെ പെണ്ണിനെ, എന്റെ മോളെയും എന്റെ മോനെയും അങ്ങനെയൊക്കെ ഇപ്പൊ ഹജ്ജിനെ പോണ ആൾക്കാർ തന്നെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഹജ്ജ് സംഘത്തിന് യാത്രയാക്കാൻ വേണ്ടി എന്റെ കുടുംബത്തിൽ പോയപ്പോ അയാളും ഭാര്യയാണ് പോണത്. 2-3 വയസ്സുള്ള ഒരു കുട്ടി, അതുപോലെ ഒരു 5-8 വയസ്സുള്ള കുറച്ച് കുട്ടികളും ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇയാൾ ദ്വാർക്കുമ്പോ പൊട്ടി കരഞ്ഞിട്ട് അള്ളഹാനോട് പറയാം മലയാളത്തിൽ. അയാൾ അപ്പാന്റെ കബറിങ്ങും ദ്വാർക്ക, പഠിച്ചോനെ എന്റെ കുട്ടികളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ പോണ റബ്ബേ, ഇത് കാക്കണേ റബ്ബേ എന്നാള് ദ്വാരുന്നത്. ഇട്ടെറിയാനൊന്നുമില്ല, അവിടെ അമ്മായിമ്മണ്ട്, അമ്മോശുണ്ട്, മൂപ്പര് അഞ്ചന്മാരും ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരൊക്കെ ഉണ്ട്. അവരെ അടിയിൽ കുട്ടീനെ ഇട്ടിട്ട് പോവാണ്. എന്നാലും മൂപ്പര് ഇട്ടെറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. എവിടുക്കാ പോണത്? ഇബ്രാഹിം നബിന്റെ ദുആ എന്താ? എന്നാ ഇബ്രാഹിം നബിയാണ് ഇവിടെ പറയേണ്ടത്. തറക്തു എന്ന് പറയണം. പടച്ചോനെ കല്ലിന്റെ അടിയിൽ ഇട്ടെറിഞ്ഞിട്ടാണ് ഞാൻ പോണത് എന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല. ദുആ കേട്ടാ തോന്നും അള്ളാഹിനെ പരിഹസിച്ചാണോ? കേട്ടാ തോന്നും റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി എന്നാ പറഞ്ഞത്. അതിൽ നിന്നൊരു ഇശാറത്തുണ്ട്. എപ്പോഴും അയൽവാസികൾ നല്ലവരായിരിക്കണം. ആ ഇന്ത എന്നതിൽ നിന്ന് അങ്ങനെ ഒരു ഇശാറത്തുണ്ട് എന്ന് വലിയ മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മൾ ശാരീരികമായി അടുപ്പമല്ലെങ്കിലോ ഖുർആനിലെ ലഫ്ള് ഒരുപാട് ഗുണങ്ങളെ പറഞ്ഞു തരുന്നതാണ്, പാഠങ്ങൾ സമർപ്പിക്കുന്നതാണ്. കണ്ടോ, ആസിയ ബീവി പറഞ്ഞില്ലേ, ളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക റബ്ബ് ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണം എന്നല്ല അതിന്റെ അർത്ഥം. അത് നിന്റെ അരികിൽ തരണേ അല്ലാഹ്. അയൽവാസികൾ എപ്പോഴും നല്ലവരായിരിക്കണോ? അള്ളാഹു നമ്മുടെ അയൽവാസികളെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഒരു പക്ഷേ അയൽവാസി മോശപ്പെട്ടാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനും അത് കാരണമാകോ. എവിടെ വീട് കെട്ടുകയാണെങ്കിലും പരിസരം നമ്മൾ ശ്രദ്ധിക്കണോ. ഒന്നുകിൽ നമുക്ക് തർബീയത്ത് നടത്തിയിട്ട് സ്വാലീഹങ്ങളാക്കാൻ പറ്റുന്നതിന്റെ ഇടയിലായിരിക്കണോ, അല്ലെങ്കിൽ പിന്നീട് അതിന് പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഭൂമി പരതേണ്ടത് എന്നത് ഈ വാക്കിൽ നിന്ന് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാനത് ദീർഘമായി പരത്തി പറയുകയില്ല. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും ഒരുപാട് ഗുണപാഠ നിർഭരമാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നതും ചിന്തിക്കാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് പിന്നെയും അസ്കൻതു എന്ന വാക്കിനെ കുറിച്ചാണ്. ആരാരുമില്ലാത്ത, അയൽവാസികളില്ലാത്ത കൊടുങ്കാടുകളുടെ ഇടയിൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത പാറക്കെട്ടുകൾക്കിടയിൽ സ്വന്തം സഹധർമ്മിണിയെയും കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നു പൈതലിനെയോ ഇട്ടേച്ചു പോകുന്ന കുടുംബനാഥൻ ശക്തമായ ഭാഷയില അള്ളാഹുവോട് ധൈര്യത്തോടെ പറയുന്നത് ഇന്നി അന എന്നല്ല, ഇന്നെ കൊണ്ട് തൽക്കീത് ചെയ്ത് പറഞ്ഞാൽ സംശയിക്കാൻ പാടില്ല. നിശ്ചയം ഞാൻ അസ്കൻതു സമാധാനത്തോടെ പാർപ്പിച്ചിരിക്കുന്നു. അദ്ഖൽതു എന്നല്ല, തറക്തു എന്നല്ല, തുറഹ്തു എന്നല്ല, അസ്കൻതു ഞാൻ സമാധാനത്തോടെ പാർപ്പിച്ചിരിക്കുന്നു. അവിടെയാണ് എന്റെ ചോദ്യം. എന്ത് സമാധാനമാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം മക്കൾക്ക് ഇട്ടേച്ചു പോയത്? ഹാജർ ബീവിയുടെ മുമ്പിൽ TV ഉണ്ടോ? ഹാജർ ബീവിയുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? ഹാജർ ബീവിക്ക് മൊബൈൽ കൊടുത്തിട്ടുണ്ടോ? അവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ? ഇന്ന് സമാധാനത്തിന് നമ്മൾ എന്തൊക്കെയാ പരിഗണിച്ചത്, അവലംബിക്കുന്നത്, ഉപയോഗിക്കുന്നത്? അതിൽ എന്തെങ്കിലും ഒരു വസ്തു ഹാജർ ബീവിയുടെ കൂടെയുണ്ടോ? പോകട്ടെ, ഭക്ഷണമുണ്ടോ, പാനീയമുണ്ടോ? പോകട്ടെ, അയൽവാസികളുണ്ടോ? പോകട്ടെ, കൃഷിത്തോട്ടമുണ്ടോ? പോകട്ടെ, ഈത്തപ്പഴത്തോട്ടമുണ്ടോ? ഇല്ല. അതൊക്കെയും വന്നത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. എന്നാലും ഖലീലുള്ളാഹി ഇബ്രാഹിം ധൈര്യത്തോടെ പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ സമാധാനത്തോടെയാ പാർപ്പിച്ചത് അല്ലാഹ്. അവിടെ ചിന്തിക്കണം, എന്താ സമാധാനം?
എന്താ സമാധാനം? നിങ്ങളൊന്നും കൂടി ചിന്തിക്കുക, എന്താ അവിടെ സമാധാനം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താണ് അവിടെ സമാധാനം എന്നാണ് എന്റെ ചോദ്യം. എന്താ സമാധാനം? അതിന് മറുപടി കണ്ടിട്ട് നമുക്ക് എന്താ അവിടെ സമാധാനം? നിങ്ങളൊന്ന് ശംസുൽമ പറയും പോലെ ശാന്തമായി ചിന്തിച്ചു നോക്കണേ. ആ വാക്കുകളൊന്നും മുറിഞ്ഞു വരരുത്, നമ്മളൊക്കെ കൊണ്ടുനടക്കണത്. ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ, എന്താ അവിടെ സമാധാനം? ചിന്തിച്ചിട്ട് ഉറങ്ങരുത്. എന്താ സമാധാനം? അവിടെ എന്താ സമാധാനത്തിലുള്ളത്? ചെന്നായോ? കൊടുംപാറക്കെട്ടുകളോ? അതാണല്ലോ അവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ലല്ലോ. എന്നാൽ ഇബ്രാഹിം നബി ശക്തമായിട്ട് പറയുകയാ, സമാധാനത്തോടെ പാർപ്പിച്ചിരിക്കുന്ന അല്ലാഹുവേ, എന്താ സമാധാനം? അവിടെ ഞാനൊരു ആയത്ത് കേൾപ്പിച്ചരാം. അലാ അറിയണേ, ബിദിക്രില്ല, അല്ലാ എന്ന ഓർമ്മ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം. അതാണ് ഹാജർ ബീവി കൊടുത്തത്. ഹാജർ ബീവി ചോദിച്ചു, തിരിഞ്ഞോക്കാതെ പോവാണ്. ആ ഭാര്യനും കുട്ടീനെ ഇട്ടെറിഞ്ഞിട്ട് നമ്മള് ഭാര്യനും കുട്ടീനൊക്കെ തുണികുപ്പാൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, പെരുന്നാൾക്ക് തുണികുപ്പാൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ നമ്മളെ കാണാതെ ബേജാറായിരുന്ന വണ്ടിയിലിരിക്കുന്ന ഭാര്യ ചൂടാവും. നിങ്ങൾ എവിടുക്കാ പോയത്? ടൗണിലാണ് അല്ലേ? വെപ്രാളപ്പെടും. നമ്മളിങ്ങനെ ഭാര്യനും കുട്ടീനായിട്ട് പോവാണ്, എയർപോർട്ടിൽ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാനായിട്ട് പോയിട്ട് ഒരു ഉദ്ദേശിച്ച സമയം കഴിഞ്ഞിട്ട് നമ്മളെ കാണാതെ വന്നാ വേർത്ത് കുരച്ച് ചാടും. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ഭാര്യനെ കുട്ടിനെ ഇട്ടത് ടൗണിലല്ല, അപ്പുറത്ത് ചെന്നായകളുണ്ട് എന്നാണ്. പിന്നെ കൊടും പാറക്കെട്ടുകൾ. എന്നിട്ട് പോകുമ്പോ സ്വാഭാവികമാണല്ലോ ഒരു പെണ്ണുരുത്തി ചോദിക്കൂലേ, എവിടുക്കങ്ങൾ പോണെന്ന് ചോദിച്ചു. എവിടുക്കങ്ങൾ പോണെന്ന് തിരിഞ്ഞോക്കില്ല. പിന്നെ ചോദിച്ചു, നോക്കി, തിരിഞ്ഞോക്കില്ല. പിന്നെ ചോദിച്ചത് നോക്കിന്നല്ല, ഏയ് ഇത് അള്ള പറഞ്ഞിട്ടാ. അപ്പൊ ഭർത്താവിനെ കുറിച്ച് നല്ലൊരു വിശ്വാസം ഉണ്ടാകണം ഭാര്യമാർക്ക് എപ്പോഴും. മൂപ്പര് ചെയ്യുന്നതൊക്കെ അള്ളായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ടല്ലോ മൂന്നാമത്തത്, എന്ത് പണി ഞങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം അങ്ങനെ, നിങ്ങൾ എന്ത് പണി കാട്ടണ ചോദിച്ചല്ല, ഇത് അള്ള പറഞ്ഞതാണോ? കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അള്ള പറഞ്ഞത് മൂപ്പര് ചെയ്യുള്ളൂ, കടുങ്കൈ ചെയ്യില്ലാന്ന്. അത് നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഭാര്യമാരോട്. അള്ള പറഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അള്ളാന്നാണ് കേട്ട മുഅ്മിനീങ്ങളുടെ കൽബില് അതിന്റെ അലയോലി ഉണ്ടാവും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാന്നാണ് കേട്ടപ്പോ കൽബിന് അപ്പൊ തിരിഞ്ഞു നോക്കിയ അതന്നെയാണ്. പിന്നെ യാത്രയെ കൊടുക്കാണ്, തിരിഞ്ഞു നോക്കാണ്ട് വിട്ടോളിന്ന്. അപ്പൊ സമാധാനം അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന വിചാരമാണ്. ആ ധൈര്യമാണ് അപ്പുറത്ത് പോയി പറഞ്ഞത്. ഞാൻ ദുൽഹജ്ജിന്റെ ഒരുപാട് സന്ദേശങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും അത് അറവിനെ കുറിച്ചായിരിക്കും. ഞാൻ വെള്ളിയാഴ്ചയിൽ അറവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പൊരുളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതിന്റെ കൃത്യമായ ശറഈയായ ന്യായവും ബുദ്ധിപരമായ ന്യായവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരുപാട് സുഹൃത്തുക്കൾ പണ്ഡിതന്മാരടക്കം എനിക്ക് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് രാത്രി ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെയും ഉത്ബോധനം നടത്തി ഉണർത്തുന്നത്. എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം പണമല്ല, സമ്പത്തല്ല, സന്താനമല്ല, ഉദ്യോഗമല്ല, മധുര ശബ്ദമല്ല, പ്രഭാഷണത്തിനുള്ള കഴിവല്ല, കേവലമായ മെമ്മറി പവറല്ല. കാരണം തൊണ്ട ഒരു കാലത്തെ ഉണ്ടാവൂ. തൊണ്ടമോഹികളെ തൊണ്ടയുടെ രാഗം കേട്ടുകൊണ്ട് നമ്മളെ ജാക്കിട്ട് കൊണ്ട് നാം അതിൽ പരീക്ഷിക്കപ്പെട്ടാൽ, ഈ തൊണ്ട അങ്ങ് വറ്റിയാൽ, ജനങ്ങൾ നമ്മളങ്ങ് വലിച്ചെറിഞ്ഞാൽ, അപ്പോഴും നമുക്ക് സമാധാനം വേണോ? അപ്പോഴും നമുക്ക് ആശ്വാസം വേണോ? അത് എന്തുകൊണ്ടാണ് കിട്ടുക? അത് അല്ലാഹ് എന്ന ചിന്ത കൊണ്ടല്ലാതെ കിട്ടൂല. എടുക്കുന്ന പണി സാധാരണ നമ്മൾ ചില ആളുകൾ പറയലുണ്ട്, ഞാൻ ഒരുപാട് ഉപകാരം ചെയ്തിട്ട് ചങ്ങക്ക് നന്ദിയില്ലാന്ന്. അത് ഇതിന്റെ അഭാവത്തിൽ നിന്ന് വരുന്ന ലഫ്ലാണ്. നമ്മൾ തന്നെ പറയലുണ്ട്, ഗൾഫിൽ കുറെ കാലം പോയി നോക്കി കുറച്ച് പൈസ ഉണ്ടാക്കി കുടുംബത്തിനൊക്കെ ഞാൻ പുറണ്ടാക്കി ഉസ്താദെ, പക്ഷെ അയറ്റിക്ക് ഒരു നന്ദിയില്ലാന്ന് പറഞ്ഞു പോകരുത്. അത് ഇതിന്റെ അഭാവത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. കാരണം നീ എന്തിനാ പുറണ്ടാക്കി കൊടുത്തത്? അള്ളാനെ കിട്ടാനല്ലേ, അള്ളാന് പൊരുത്തം കിട്ടാനല്ലേ? അതിന് സമയമായിട്ടില്ല, ആഖിറത്തിനാണ്. ഈ വാക്ക് പറഞ്ഞാൽ അതിന്റെ സവാബ് പൊളിഞ്ഞു.
ഈ വാക്ക് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം പൊളിഞ്ഞു പോകും. എല്ലാവരും ശ്രദ്ധിക്കുക. എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പറയലാണ്, ഞാൻ തിരുത്തലാണത്. പറയാൻ പാടില്ല. പറയേണ്ടത് എങ്ങനെയാണ്? ഗൾഫോണ്ട് നേട്ടം കിട്ടിയ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എന്റെ പണം കൊണ്ട് അള്ളാന്റെ പൊരുത്തത്തിൽ കുറെ ആളുകൾക്ക് പുരണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നീ പറഞ്ഞാൽ ആഖിറത്തിൽ പ്രതീക്ഷ ഉണ്ട്. അല്ല, നീ പറയാ ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ പോയി നോക്കി കുടുംബത്തിനെ മെഞ്ഞാൻ ഒരാള്, ഈ നാട്ടുകാരനല്ല പുറത്തുനിന്ന് ഒരാള് എന്നോട് പറഞ്ഞത് ഞാൻ ബ്രേക്ക് ഇട്ടു, പറയാൻ പാടില്ല. കാരണം നമ്മൾ ഈ ചിന്തകളൊക്കെ ഹൽക്കുമായി ബന്ധപ്പെട്ട ഹൃദയത്തിന്റെ കസാവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആരിഫ്യങ്ങൾ പറഞ്ഞത് അത്താലുഖില്ല, അല്ല അല്ലാത്തതിനോട് ബന്ധപ്പെടുന്നുള്ള. ഹൽക്കിനെ സ്നേഹിച്ചാൽ ഹമ്മ വരും, ഖാലിക്കിനെ സ്നേഹിച്ചാൽ ഹമ്മ വരൂല. എപ്പോഴും ഹൽക്കിനെ സ്നേഹിക്കുക ഖാലിക്കിന് വേണ്ടി. നമ്മൾ മുഹമ്മദ് നബിയെ ഹൃദയത്തിൽ ഊറ്റിക്കുടിക്കുന്നത് അള്ളാന്റെ ഹബീബാണ് എന്നതുകൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ, അത് ഖാലിഖിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ചിന്തിക്കണേ, ഏറ്റവും വലിയ സമാധാനം പണം കൊണ്ടല്ല. എന്റെ ഫയലിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അമേരിക്ക കണ്ട ഏറ്റവും വലിയ 9 മുതലാളിമാരുടെ ചരിത്രം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് എന്റെ ഫയലിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ 5 ആളുകൾ ആത്മഹത്യ ചെയ്ത് ചത്തവരാണ്. 2 ആളുകൾ ഭ്രാന്തന്മാരായി പോയി. അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അമേരിക്ക മൊത്തം വാങ്ങാനുള്ള സമ്പൽ സമൃദ്ധിയുടെ പരിശാലതയില് രാജാക്കന്മാരെ പോലെ സുഗോലപതയില് കഴിഞ്ഞിരുന്ന പല ആളുകളും മനസ്സിന്റെ വെപ്രാളത്തിൽ ബുദ്ധിയുടെ സമരത്തിലെത്തിയിട്ട് പല ആളുകൾ രോഗികളായി മാറിപ്പോയപ്പോ 5 ആളുകൾ തൂങ്ങി ചത്തുപോയപ്പോ ഇത് എന്തിനു പറയുന്നു? മലയാളക്കരയിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ എത്ര കോടീശ്വരന്മാർ, ധനാഢ്യന്മാർ അവരുടെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റില് രാവിലെ പണിക്കാർ വന്ന് ഷട്ടർ തുറന്നു നോക്കിയപ്പോ മുതലാളിയതാ കൈകെട്ടിയ പാണ്ട് ധരിച്ച മുതലാളി അതാ ഒരു കണ്ണം കാറെടുത്തുകൊണ്ട് കഴുത്തിൽ കെട്ടിയിട്ട് ഫാനിൽ കെട്ടിയിട്ട് തൂങ്ങി മരിച്ചു കിടക്കുകയാ. പണത്തിന് പഞ്ഞമില്ല, സന്താനങ്ങൾ ധാരാളമാ, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയ്ക്ക് വില മതിക്കുന്ന വണ്ടി, ആർഭാട വണ്ടി ഷെഡിൽ കിടക്കുകയാ. പക്ഷേ മുതലാളി മരത്തിൽ തൂങ്ങിയിരിക്കുകയാ. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ വാക്കിന്റെ പൊരുള് പിന്നെയും നമ്മൾ ആവർത്തിക്കുന്നത്. ഇന്നീ അസ്കൻതുമീ ദുർരിയതീ, എന്റെ സന്താനങ്ങളെ ഞാൻ സമാധാനത്തോട് ആരാരും എത്തി നോക്കാനില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. എന്താ സമാധാനം? നിങ്ങളെ കൂടെ അള്ളണ്ട്, അതൊരു സമാധാനമാണ്. അത് നമ്മളെ മക്കൾക്ക് കൈമാറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇദുൽ ഹജ്ജിന്റെ 1ാമത്തെ സന്ദേശം അതാണ്. ഇതാണ് ഇങ്ങനെയാണ് വളർത്തേണ്ടത്. അള്ളാ ഇങ്ങനെയായിരുന്നു നമ്മളെ പഴയ കാലത്തെ ആളുകളൊക്കെ. എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, അളിയൻക്കൊക്കെ അറിയാം, പടുത്തു വഫാത്തായി. റബീഉൽ തന്നെയാണ് വഫാത്ത്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളാണ്ട് പോയിരുന്നു ഒരു 5 മിനിറ്റ് വല്യമ്മാന്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ, ഇവർക്കൊക്കെ അറിയാം, 5 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ 10 പ്രാവശ്യം അള്ളാ എന്ന് കേൾക്കും സംസാരത്തിൽ. ഒരു 8-9 പ്രാവശ്യം മുത്തുനബി എന്നും കേൾക്കും. എന്നിട്ട് പിരിയുള്ളൂ. സാധാരണ സംസാരത്തില് നമ്മൾ മധുഹുന്നബി പറയല്ലേ, റസൂലുള്ളാന്റെ വസ്ഫൊക്കെ പറയാൻ സ്ഥലത്തില്ല. വല്യമ്മ നാടൻ വർത്താനത്തിൽ റസൂലുള്ളാനെ ഇങ്ങനെ പറയും. നമ്മളാരും പോയിട്ട് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, അൽഹംദുലില്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്നെ കാണാൻ പറ്റി. 1 അള്ളാന്റെ തൗഫീഖ് കൊണ്ട്. എന്റെ ഒട്ടിഞ്ഞ് ഇൻഷാ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എവിടുക്കാ പോണ്? 2 അള്ളാഹ്. ഇനി നാളെ എവിടെയാണ്? എന്നോട് നാളെ എവിടെയാണ് വാള്? ഇന്ന സ്ഥലത്താണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല എനിക്ക് അങ്ങനെയുള്ള ഒരു അവസരം തന്നു, അവിടെയാണ്. പിന്നെ അതിന്റെ ഇടയിൽ കുറെ പ്രാവശ്യം വരും മുത്തുനബി എന്നല്ല കൂടുതൽ വരിക, മുസ്തഫ നബി എന്ന് വരിക. അതെന്റെ പ്രസംഗത്തിൽ ഞാൻ ഉപയോഗിക്കലുണ്ട്. മുസ്തഫ നബി എന്റെ വലിയ പഠിപ്പിച്ചാണ്. ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോ 10 തവണ അള്ളാ മുത്തുനബി എന്ന് കടന്നു വരും. അങ്ങനെയാണ്. ഇന്ന് സംസാരത്തിൽ അള്ളാഹു റസൂൽ ഉണ്ടോ? എവിടെ പോയി? മക്കൾക്ക് എന്താ നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? നമ്മൾ സംസാരത്തിലില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേം പറയാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമാധാനത്തിന്റെ പാഠം ഈ ദുനിയാവിലേക്ക് വന്നത് എന്തിനാണ്? അതിന്റെ പാഠം മക്കൾക്ക് നൽകാതെ മരിച്ചു പോയാൽ ഈ പിതാവ് മകന്റെ മുമ്പിൽ നാളെ അപമാനം പേറിയിട്ട് നാണിച്ച് തല താഴ്ത്തി പിന്നോട്ട് മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അതിന്റെ തഫ്സീറിൽ
മഹാന്മാർ പറയുന്നുണ്ട്, 5 വക്ത് നിസ്കരിക്കാൻ പറയാത്ത വാപ്പ നിസ്കരിക്കാത്ത മോനെ കാണുമ്പോൾ മാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. സൂര്യന്റെ ചൂടുകൊണ്ടാണെന്നുള്ള പൊതുവിഷയമുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമയും പറയും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു അധ്യായത്ത് മതി ദീർഘമായ പ്രസംഗത്തിന്. പക്ഷേ ചരിത്രം കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ദീർഘമായി പ്രസംഗിക്കാനും പറ്റൂല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് പ്രധാനമായി ഉൾക്കൊള്ളാനുള്ളത് ആ മഹാനെ ഒന്ന് ഓർത്തു നോക്കൂ. പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ മഹാനാണ്. താൻ ഗർഭാശയത്തിലാകുന്ന സമയത്ത് തന്നെ ദഅവത്ത് തുടങ്ങി. കാരണം നമ്രൂദ് ഒരിക്കൽ കടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. 2 പക്ഷികൾ പാറിപ്പറന്ന് വന്നിട്ട് നമ്രൂദിന്റെ അരികിൽ നിൽക്കുകയാണ്. ഒരു പക്ഷി വലതുഭാഗത്താണ്, മറ്റൊരു പക്ഷി ഇടതുഭാഗത്താണ്. വലതുഭാഗത്തുള്ള പക്ഷി ഇടതുഭാഗത്തുള്ള പക്ഷിയോട് പറയുന്നു, ഞാൻ മഗ്രിബ് ഭാഗത്ത് നിന്ന് വന്നതാണ്, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പൊ ഇടതുഭാഗത്തുള്ള പക്ഷി പറയുന്നു, ഞാൻ കിഴക്കൻ ഭാഗത്ത് നിന്ന് വന്നതാണ്. അതിൽ നമ്രൂദ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പക്ഷികളും കൂടി നമ്രൂദിനോട് പറയുന്നു, നമ്രൂദ്, അല്ലാഹുവിന്റെ ദൂതന് വരാൻ സമയമായിരിക്കുന്നു. ആ ദൂതൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നാലെ നിങ്ങൾ പിൻഗാമിയായി നിന്ന് കൊടുക്കണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് നമ്രൂദ് എന്ന് ചിന്തിക്കുകയാണ്. ആദ്യത്തെ സ്വപ്നം ഏതാണ്? അങ്ങനെ 2 പക്ഷികൾ വന്നിട്ടുണ്ട്. നമ്രൂദ് വേഗം ഇബ്രാഹിം നബിന്റെ വാപ്പയാണോ എളാപ്പയാണോ അതവിടെ ഇരിക്കട്ടെ, ആസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകണ്ടെന്ന്. അപ്പൊ ആസർ പറഞ്ഞു, അത് ഇവിടെ ജിന്നകളെ കുറെ ശല്യമുണ്ട്, പോലും ഒന്ന് തോന്നിപ്പിച്ചായിരിക്കുന്നത്. തോഫീക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുതിറി മാറും. ജിന്നകളെ കുറെ ശല്യമുണ്ട്, അവര് തോന്നിപ്പിച്ചായിരിക്കുന്നത്. റിപ്പോർട്ട്. അപ്പൊ പിന്നെ അന്നത്തെ രാത്രി പിന്നെയും കിടന്നു. പിന്നെ കിടന്നപ്പോ നമ്രൂദ് കാണുന്നത് വലിയൊരു പ്രകാശജ്വാല വന്നിറങ്ങുകയാണ്. അതിന്റെ പ്രകാശരശ്മികൾ പല ഭാഗത്തേക്കും ചിഹ്നിച്ചിതറുകയാണ്. അത് ആസറിന്റെ കൂടെ ഒരുപാട് അതിന്റെ പ്രകാശങ്ങൾ വലയം ചെയ്തിട്ടുണ്ട്. ഇത് ആസറിനോട് പറഞ്ഞപ്പോ ആസർ പറഞ്ഞു, ഞാൻ ധാരാളമായിട്ട് ബിംബത്തിന് സുജൂദ് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ അതിന്റെ ഒരു വ്യാഖ്യാനാണ് നിങ്ങൾ കണ്ടത്. എന്നാലും യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് എത്തുന്നില്ല. 3ാമത് സ്വപ്നം കണ്ടു. അദ്ദേഹം കിടക്കുന്ന കട്ടിൽ, ആ കട്ടിൽ ഒരു പ്രകാശമയമായ മനുഷ്യൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം വന്നിരുന്നപ്പോഴേക്ക് കട്ടിലിങ്ങനെ ഇളകാൻ തുടങ്ങി. ഇടകി അതിശക്തമായ ചലനം കാരണത്താൽ നമ്രൂദ് ആ കട്ടിൽ നിന്ന് താഴെ വീണപ്പോ മുമ്പർക്ക് മനസ്സിലായി, ഇതിങ്ങനെയാണ് പോയാൽ ശരിയാവില്ല, ഇവർ പറഞ്ഞ വ്യാഖ്യാനമൊന്നും ശരിയല്ല, അതിന്റെ യഥാർത്ഥ ആളുകളെ കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കിയിട്ട് ശരിക്കും വ്യാഖ്യാനം പറയാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ സ്വപ്നം കണ്ടാൽ ബേജാറില്ലാണെങ്കിൽ വ്യാഖ്യാനം കിട്ടാതെ വന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇന്ന് സുബൈക്കിന്റെ റൂമിൽ ഒരു 70-75 വയസ്സുള്ള ഒരാൾ വന്നിരുന്നു. ആള് ബേജാറായിട്ട് 3 പ്രാവശ്യം ആ സ്വപ്നം ആവർത്തിച്ചപ്പോ എന്താണ് അതിന്റെ ഇതെന്ന് എനിക്ക് വ്യാഖ്യാനം പറയാനൊന്നും അറിയില്ല. നാളെ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു. സ്വപ്നം കണ്ടാല് ബേജാറില്ലാണെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്, എന്തായിരിക്കും എന്നല്ല. അപ്പോ ഈ നമ്രൂദിനെ ഭയങ്കര ബേജാറായി ഇതിങ്ങനെ കണ്ടപ്പോ അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം പറയുന്ന ആളുകൾ, വ്യാഖ്യാതാക്കളെ കൊണ്ടുവന്നിട്ട് നമ്രൂദ് ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ ശരിക്കുള്ള വ്യാഖ്യാനം പറഞ്ഞോളി, ഒരുപാട് ആളുകൾ മുമ്പ് പറഞ്ഞൊന്നും ശരിയായിട്ടില്ല, ശരിക്കുള്ളത് പറഞ്ഞോളി. അപ്പൊ ഒരു പറഞ്ഞു, അത് പ്രശ്നമൊന്നുമല്ല, നിങ്ങള് പിന്നെ ഒന്നും കൂടി ഉഷാറാവുന്നതാണ് അതിന്റെ വ്യാഖ്യാനം. സത്യത്തിൽ ഇവർക്ക് അറിയാം, എന്നാലും നുണ പറഞ്ഞു. ഇവർ തിരിച്ചു പോകുമ്പോ ഇവർ പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ആ ചെങ്ങായിന്റെ ഭരണം പോകുന്നതാണല്ലോ, നമ്മൾ ഓനെ കൊല്ലുന്ന് പേടിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞു. ഞാനും അങ്ങനെയാണ് സഹകരിച്ചതെന്നാ എനിക്കും അറിയാമെന്ന് എല്ലാരും കൂടി പറഞ്ഞു പിരിഞ്ഞു. സത്യത്തിൽ ആ വ്യാഖ്യാനമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. അത് വേറെ ചില ആളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. 2ാമത്തെ ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ചു. അല്ല, ഇവര് തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞു എന്നും അവർ പറഞ്ഞു, നിങ്ങൾ ഭരണം തെറിക്കും, മറ്റൊരാൾ വരും, അത് അള്ളാഹുവിന്റെ റസൂലായിരിക്കും എന്നാണ് എന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. ആ കുട്ടി ജനിക്കാൻ അടുത്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണത്താൽ നീട്ടി പറയല്ല, ഇനി പിറക്കുന്ന സകല ആൺകുട്ടികളെയും അറുത്ത് കളയാൻ നമ്രൂദ് തീരുമാനമെടുക്കുകയാണ്. ഒരു റിപ്പോർട്ടിൽ പറയുന്നു 1 ലക്ഷത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അറുകൊല ചെയ്തത്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ഖലാ നടക്കാതിരിക്കാൻ.
പക്ഷേ റബ്ബിന്റെ തീരുമാനം നടക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കൽ അതാ ഹജ്ജിന് വേണ്ടി കൊടുത്ത കാശ്, ഹജ്ജിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു ഒരു സഹോദരർ. അത് മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട സന്ദർഭത്തിലാണ്. അദ്ദേഹം പൈസ കൊടുത്തുകൊണ്ട് തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് ടി വി തുറന്നു നോക്കുമ്പോ മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ കരിഞ്ഞിട്ട് അവരുടെ ശവകൂമ്പാരങ്ങൾ കൂടിക്കിടക്കുന്നു, ചിതറിക്കിടക്കുന്നതൊക്കെ കണ്ടപ്പോ ഹജ്ജിന്റെ ട്രാവൽസ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്നാളാണ്, ഞാൻ തന്ന കാശ് ഇങ്ങോട്ട് തന്നെ മടക്കി തരണേ, ഈ കൊല്ലം ഞാൻ ഹജ്ജിനില്ല. കളായിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അയാൾ പറഞ്ഞു ഞാൻ കൊല്ലം ഹജ്ജിനില്ലായിരുന്നു. അപ്പൊ അവര് വെച്ച് എന്താന്ന് വെച്ചു, അപ്പൊ നിങ്ങള് വാർത്ത ഒന്നും കേട്ടില്ലേ? എന്തേ വാർത്ത? മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടിങ്ങനെ കുറെ ആൾക്കാർ കരിഞ്ഞു വയ്ക്കണ്. അതിന് നിങ്ങളെന്തിനാ ഹജ്ജിനാരാക്കണ്? ഞാൻ പോണ ഫ്ലൈറ്റിലല്ലേന്ന്. അതിന് ഇയാൾക്കൊരു വസ്വാസം ഉണ്ടായും ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഉറങ്ങിയപ്പോ ഇയാളൊരു സ്വപ്നം കണ്ടു. ഇയാൾ ഇങ്ങനെ ഹജ്ജിന് ഫ്ലൈറ്റിൽ പോവാണ്. ഇയാളെ ഫ്ലൈറ്റ് മേഘത്തിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ കത്തിയിട്ട് ഇയാൾ ഇങ്ങനെ വേഗമായിട്ട് കടലേക്ക് വീഴുന്ന സ്വപ്നമാണ് കാണുന്നത്. അത് ഇയാൾക്ക് സഹായമായും ചെയ്ത്. അപ്പൊ മുഴുവനായി. അപ്പൊ ഇയാള് വിളിച്ചിട്ട് പറഞ്ഞു ആ പൈസ ഉണ്ടെന്ന്. അപ്പൊ അവർക്ക് പൈസ കിട്ടലും കൂടി ലക്ഷ്യമുണ്ട്. അവർ കുറെ തവക്കലിന്റെ ബാബ കോതി കൊടുത്ത് ഓലോട് പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഹജ്ജിനില്ല. അപ്പോൾ പറഞ്ഞു ആ പൈസ ഒന്ന് വാങ്ങിപ്പോയിക്കൊള്ളിന്ന. ഇയാള് പൈസ വാങ്ങി തിരിച്ചരുമ്പോഴാണ് തമിഴിലോറ് തട്ടിയിട്ട് 2 കഷ്ണായത്. കളാന്ന് ഒളിച്ചോടാൻ പറ്റൂല, അത് വെറുതെ പറയാം. അള്ളാഹ് തീരുമാനിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല, ആർക്കും പറ്റൂല. അള്ളാഹു നമ്മൾ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ ഖലായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ചെലവിലായി സ്വന്തം നാട്ടിൽ പറന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളായ 1 ലക്ഷത്തോളം പാവങ്ങളായ പൈതങ്ങള് അതാ അറുത്ത് കളയുകയാണ് അഹങ്കാരിയായ നമ്രൂദ്. ആ സമയത്ത് യഥാർത്ഥ മഹാൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വളരുകയാണ്. പക്ഷേ അത് നമ്രൂദിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓരോ കുടുംബത്തിലും നിരീക്ഷകന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരൊന്നും മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയായ വിവരം അറിഞ്ഞില്ല. അപ്പൊ ഗർഭത്തിൽ നിന്നും ദഅവത്ത് തുടങ്ങി. അല്ലാഹുവിന്റെ ഖുദ്റത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിൽ അദീം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദഅവത്ത് ഗർഭത്തിന്റെ ഉള്ളിലും തുടങ്ങി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം. ഞാൻ വളരെ ചുരുക്കി പറയാണ്, പ്രസവിച്ചു ഈ കുട്ടിയെ ഒഴിഞ്ഞ സ്ഥലത്ത് വെള്ളം വറ്റിയ പുഴയോരത്തുള്ള ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്തുള്ള പാറയുടെ ഉള്ളിൽ ഒരു ഗുഹ, ചെറിയൊരു ഗുഹ, അതിന്റെ ഉള്ളിൽ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഈ കുട്ടിയെ വെച്ചു. എന്നിട്ട് വല്ല ജീവികളും കടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഗുഹാമുഖം ചില പച്ചിലകളെ കൊണ്ടും വൃക്ഷ ശിഖരങ്ങളെ കൊണ്ടും അടച്ചു. അതിന്റെ ഉള്ളിലായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം. പ്രസവിക്കപ്പെട്ടത് ത്യാഗത്തിന്റെ തീച്ചൂളയിലേക്ക്, പ്രസവിക്കപ്പെട്ടത് ത്യാഗത്തിന്റെ തീപ്പൊരിയിലേക്ക്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണേ, ഇടക്കിടക്ക് മാതാവ് വന്ന് നോക്കും മകന്റെ വിവരം അറിയാൻ. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ആ പൊട്ടതാ മറനീക്കി നോക്കിയപ്പോ അള്ളാന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വിരലിങ്ങനെ വായിലിട്ട് ഈമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പോയക്കുമ്പോ വിരല് വായിലിട്ടിട്ട് ഇങ്ങനെ ഈമ്പാണ് ചെറിയ കുട്ടി. അപ്പൊ ഈ ഇമ്മ ഇങ്ങനെ നോക്കി, എന്താ ഇപ്പൊ വിരല് മുമ്പാണ് എന്റെ മോന്? നോക്കുമ്പോ ഒരു വിരലില് പാല്, മറ്റൊരു വിരലില് തേന്, വേറൊരു വിരലില് വെള്ളം. ആരാ കൊടുത്തത്? അല്ലാഹ്. ദഅവത്ത് 2 ويرزق من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അത് നേരത്തെ പ്രകടിപ്പിച്ച ആളാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം. വിരലിലൂടെയാണ് അല്ലാഹു തആല ഭക്ഷണം കൊടുത്തത്, നല്ല ഭക്ഷണം. ഞാൻ അത് ഒരുപാട് വിശദീകരിക്കുന്ന സംഗതികൾ തൊട്ടു പോവാണ്. ഇനി ആ 15 ദിവസമാണ് അവിടെ കിടന്നെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എന്നിട്ട് ആ ഗുഹന്റെ ഉള്ളിൽ നിന്ന് ഉമ്മ ഇതില് പുറത്തെടുത്തപ്പോ ആദ്യം തന്നെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ ചോദിക്കുന്നത് ദഅവത്താ. ഉമ്മ, ഈ പശുവിനാരെ സൃഷ്ടിച്ചത്? എന്ത് ജീവനെ കണ്ടാലും അപ്പൊ ചോദിക്കും, ഈ പശുവിനാരെ സൃഷ്ടിച്ചത്? ആ പോത്തിനാരെ സൃഷ്ടിച്ചത്? ഈ മരം ആരാ സൃഷ്ടിച്ചത്? ഉമ്മ കുടുങ്ങി. വരിയിലെത്തണതിന്റെ ഇടയിൽ ദഅവത്തോടൊപ്പം കുടിക്കും. ഈ കല്ലാര സൃഷ്ടിച്ചത്? ഈ മരാര സൃഷ്ടിച്ചത്? ആ പാറാര സൃഷ്ടിച്ചത്? എത്തിയപ്പോഴേക്ക് ഉമ്മാക്ക് മുഴുവനായിക്കണം. പുരയിലെത്തി കുറച്ചു കഴിയുമ്പോ ചോദിച്ചു, ഉമ്മ
എന്റെ റബ്ബാരാ, വെറും താഴത്ത്. എന്റെ റബ്ബാരാ പറഞ്ഞു. ഞാന് നിങ്ങളാ. അപ്പൊ മൻ റബ്ബുക്ക, അപ്പൊ നിങ്ങളെ റബ്ബോ? അബൂക്കാന്റെ വാപ്പ. മൻ റബ്ബു അബി, അപ്പൊ എന്റെ വാപ്പാന്റെ റബ്ബോ? കയറി കയറി പോവാണ്. അപ്പം പറഞ്ഞു അത് നമ്രൂദ്. അമൻ റബ്ബു നമ്രൂദ്, അപ്പൊ നമ്രൂദിന്റെ റബ്ബോ? പറഞ്ഞു മുണ്ടലടാ. കഴിഞ്ഞു, ഉമ്മാന്റെ കഴിഞ്ഞു, മുണ്ടലടാ. പക്ഷെ ഉമ്മാക്കൊന്നും ഉറക്കം കിട്ടിയില്ല. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞു, നമ്മളെ മോനെ ആ സ്വപ്നത്ത് കണ്ട മോനാ തോന്നുന്നുണ്ട്. എന്തെന്ന് വെച്ച് എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ഉത്തരം മുട്ടി, ഞാൻ ഒന്നങ്ങോട്ട് കൊടുത്തതാണ്. അങ്ങനെ സംഗതി നമ്രൂദിന്റെ കൊട്ടാരത്തിൽ റിപ്പോർട്ട് ലീക്കായി. നമ്രൂദ് ഈ കുട്ടിയേറ്റ് വരാൻ വേണ്ടി പറഞ്ഞു. ഈ നമ്രൂദിന്റെ ഒരു ചോദ്യം, എന്റെ റബ്ബാരാന്ന് വെച്ചു. ഈ കൊട്ടാരത്തിലൊക്കെ ഈ കുട്ടിനെ കൊടുത്തിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്നാണ് പറയുന്നുള്ള ഊക്കിൽ മൂപ്പര് നാട്ടുകാരടിയിലാണ് ചോദിച്ചാണ്. മൻ റബ്ബുക്, എന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹു അല്ലദീ യുഹ്യീ വയുമീത്. റബ്ബി അല്ലാഹു അല്ലദീ യുഹ്യീ വയുമീത്. എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹ്. നമ്രൂദ് അങ്ങോട്ട് ഞെട്ടിപ്പോയി. അപ്പൊ നമ്രൂദ് പിന്നെ ഒന്നും പ്രതികരിക്കാതെ നമ്രൂദ് പറഞ്ഞു, അന ഉഹ്യീ വമീതു, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യല്ലോ എന്ന് പറഞ്ഞു. ഞാനും അള്ളയെന്ന് പറഞ്ഞു കൊടുക്കാം. ജീവിപ്പിക്കലും മരിപ്പിക്കലാണ് അള്ളാന്റെ പണിയെങ്കിൽ അത് ഞാനും ചെയ്യല്ലോ എന്നാണ്. അതില് ഇബ്രാഹിം നബിയെ രംഗപ്രവേശനം ചെയ്തിട്ടില്ലെങ്കിലും അന്ന് ചോദിച്ചു, നീ എങ്ങനെ ജീവിപ്പിക്കണോ മരിപ്പിക്കണോ വെച്ചു. അതിൽ മൂപ്പർ ചെയ്ത പണി എന്താ അറിയോ? വധശിക്ഷക്ക് വിധിക്കപ്പെട്ട രണ്ടാളുണ്ട്. അതിൽ ഒരാളെ കണ്ട് കൊടുത്തിട്ട് നടു കഷ്ണാക്കിയിട്ട് വധിച്ചു, മറ്റാളെ വെറുതെ വിട്ടുന്നിട്ട് പറഞ്ഞു ഇപ്പൊ മരിപ്പിച്ചു ജീവിപ്പിച്ചു. ഇത് അതിന് മറുപടി അല്ലല്ലോ. മറുപടിയാ? മറുപടിയാ? അത് ശരി, നോക്കും മനസ്സിലായി. അതിന് മറുപടിയാ? അതിന് മറുപടി ആണെങ്കിൽ എന്ത് വേണം എന്നാ നിങ്ങൾ പറയും. നല്ല എനിക്കൊരു സമാനമുള്ളൂ. നമ്മൾ രണ്ടു കൂട്ടർ കഴിച്ചും ചോറാന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മറുപടി നിങ്ങൾ പറയണ്ടേ? അല്ലെ ഞാൻ മനസ്സിലാക്കൂല നിങ്ങൾ കാറ്റടിച്ചു വന്നിരിക്കുന്നു. അതിന് മറുപടി എന്താവണം? അല്ല, അതിന് മറുപടി എന്താവണം? അങ്ങനെ പറയും. ഒരാളാണ് മരിപ്പിക്കുക, അയാളെ തന്നെ ജീവിപ്പിക്കുക. അപ്പൊ മറുപടിയായി. ഇവിടെ ചെയ്തതല്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിങ്ങളിപ്പോ മറുപടി പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പ്രതികരിച്ചില്ല. ഇബ്രാഹിം നബിക്ക് പറഞ്ഞു മനസ്സിലായ ആള് പൊട്ടനാണെന്ന്. അപ്പൊ അയാൾക്കും തിരിഞ്ഞ ഒരു മറുപടിയാണ് പിന്നെ ചോദിച്ചത്. അങ്ങനെ വേണ്ടത്. വാദപ്രയോഗത്തിലൊക്കെ ഒരാളെന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യം ഇങ്ങനെ കൂടരുത്. ആള് പൊട്ടനാ മനസ്സിലായ അയാൾക്ക് ഉത്തരം മുട്ടണം, ഒന്നാണ് കൊടുക്കണം. അങ്ങനെ വേണ്ടത്. അല്ല അയിമ ഇങ്ങനെ കൂടിയിട്ട് അയാൾക്കും തിരിഞ്ഞ എപ്പോഴേക്കും തിരിഞ്ഞ കേൾക്കുന്നവർക്കും തിരിഞ്ഞ എന്നാ 5-6 മണിക്കൂർ ആയും ചെയ്ത് 5-8 സീഡിയം വന്ന് ഇങ്ങനെ ആയത്. ഈ പൊട്ടത്തരത്തും ഇങ്ങനെ കൂടരുത്. പിന്നെ വായടപ്പം കൊടുക്കണം ഒന്നങ്ങോട്ട്. അത് എല്ലാവർക്കും ആണ് തിരിയണം. അങ്ങനെ വേണ്ടത്. ഇബ്രാഹിം നബി പിന്നെ ചെയ്ത അങ്ങനെ. സത്യത്തില് ഇത് ഇബ്രാഹിം നബിയുടെ വെല്ലുവിളിക്ക് മറുപടിയല്ല. പക്ഷെ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി സംഗതി ഇയാൾക്ക് തിരിയില്ല. ഇനി അയാൾക്കും നാട്ടുകാർക്കും തിരിയണം ഒന്നങ്ങോട്ട് വെച്ചുകൊടുത്തു. എന്താ അറിയോ? അത് ശരി. അപ്പൊ നീ അത് ചെയ്തൂലേ? എന്നാ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. എന്റെ റബ്ബ് കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, നീ റബ്ബാണെങ്കിൽ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കുന്ന ഉത്തരം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി റബ്ബല്ല. എന്റെ റബ്ബ് കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്, നീ റബ്ബാണെങ്കിൽ പടിഞ്ഞാറിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടൊക്കെ മഹാന്മാര് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ ഇബ്രാഹിം നബിന്റെ മുമ്പില് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ മറുപടി ഇങ്ങനെ പറഞ്ഞു കൊടുക്ക ഒപ്പണ്ടായിരുന്നു എന്നാണ് മഹാന്മാർ പറയുന്നത്. ഇത് കേട്ടപ്പോ നമ്രൂദ് പറിച്ചു. അതിന് പറ്റൂലല്ലോ. അപ്പൊ അവിടെ ഒരു പൊരുൾ വന്നു. എന്താണത്? റബ്ബാണെങ്കിൽ എന്ത് വേണം? അല്ലല്ല കൊല്ലൽ കൂടി രണ്ടാമത്തത്. ഇതിമന്ന് എന്തിട്ട് റബ്ബാണെങ്കിൽ എന്ത് വേണം? സൂര്യനെ ഉദിപ്പിക്കണം. അത് ആ വെല്ലുവിളി അവിടെ വാക്യാണ്. നമ്രൂദിനോട് ഇബ്രാഹിം നബി നടത്തിയ വെല്ലുവിളി ഇന്ന് വരെ വാക്യാണ്. അത് തെളിയിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിലെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് അത് അല്ലാഹു തആല ആ വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്താണ്. അല്ലാതെ ഖിയാമത്ത് നാൾ അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവിടെ ഒരു വെല്ലുവിളി ഉണ്ട്. റബ്ബാണെങ്കിൽ അത് അള്ളാന്റെ ഖലീലിന്റെ വെല്ലുവിളിയാണ്. റബ്ബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയണം. ആ വെല്ലുവിളി അള്ളാഹു ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കും. അത് ഏറ്റെടുക്കാൻ സമയമായിരിക്കുന്നു. അതിന്റെ ബാഹ്യമായ ഉദാഹരണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ഉസ്താദുമാര് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ് അടക്കം പറഞ്ഞത്. മദീനയിൽ വരെ റഹ്മത്തുൽ ലിൽ ആലമീന്റെ നഗരിയിൽ വരെ വിസ്ഫോടനം നടക്കുന്ന കാലമല്ലേ റബ്ബേ. ഞങ്ങളിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി പോയ ലക്ഷങ്ങളെ സ്ഫോടനങ്ങളിൽ നിന്നും സകല ദുരന്തങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പിന്നെ മുസ്തഫ
ദീർഘമായി ഞാൻ പറയുന്നില്ല. ഇതോടുകൂടി ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 70 മുഴം ആഴത്തിലും 40 മുഴം നീളത്തിലുമായി വലിയൊരു കിടങ്ങ് കുഴിക്കുകയാണ്. കിടങ്ങിന്റെ പണിയങ്ങ് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാനെന്നോണോ നമ്രൂദ് കൊട്ടാരത്തിൽ നിന്നൊരു പ്രഖ്യാപനമാണ്. നാട്ടുകാരെ, നിങ്ങളെല്ലാം വിറക് സംഘടിപ്പിച്ചോ. ഈ വലിയ ആഴത്തിലുള്ള കുഴിയിൽ വിറക് ഉണ്ടങ്ങ് നിറക്കണമെങ്കിൽ ഒരുപാട് വിറകുകൾ വേണമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇബ്രാഹിമിനെ കരിക്കാനുള്ള തീകൂടാരത്തിലേക്ക്, ആ കിടങ്ങിലേക്ക് എല്ലാവരും വിറകുകൾ സംഘടിപ്പിച്ചു എന്ന് നമ്രൂദ് ആഹ്വാനം ചെയ്തപ്പോ ചരിത്രം പറയുന്നു, വിറകിന്റെ കെട്ടുകളുടെ പ്രവാഹം വരാൻ തുടങ്ങി. നാട്ടിലെ പ്രജനായി സുവല്ലാതെ കിടക്കണ മാമ കാതത്തത് ഊരി കൊടുത്തിട്ട് വരും. ബ്രായിനെ കരിക്കണ ആ അടുப்புക്ക് എന്റെ വക 2 വിറക് ഞാൻ നേർച്ചാക്കിക്കണ സോക്കട് മാറാനാണ്. അങ്ങനെ ചിലവർക്ക് സോക്കട് മാറിയെന്നാണ്. അമ്പലത്തിൽ തേങ്ങ ഒഴിഞ്ഞിട്ടാ ചിലപ്പം പണി മാറും, അയിമ കൂടാൻ നിൽക്കണ്ട, അതൊക്കെ പഠിക്കണം ആദ്യം. സാധേ മാറിക്കണല്ലോ എന്ന് പറയണ്ട. ഇബ്രാഹിം നബിനെ കരിക്കാളിലെ കിടങ്ങക്ക് വിറക് നേർച്ചാക്കിയിട്ട് സോക്കട് മാറിയിട്ടുണ്ട്. ഇബ്രാഹിം നബി ആരാ? അള്ളാന്റെ ഖലീലാണ്. എന്താ നീ എല്ലാരും കൂടി അയിമ കൂടെ കള്ളു കുടിച്ചിട്ട് ദാ മാറിയ അഞ്ഞ് സർബത്തായിട്ട് കുടിക്കേ? ദാ മാറ്റിയത് ആരെന്നെ? കള്ളു കുടിച്ചപ്പോ ദാ മാറ്റിയത് ആരാ? അല്ലല്ലേ? ശരീരത്ത് നോക്കാതെ അവിടെ ഇവിടെയും പോണ്ട. എല്ലാവർക്കും ഇപ്പൊ തെളിവെന്താ? സൊക്കട് മാറിയല്ലോ എന്നാ. ഞാനത് പറയുമ്പോ എന്റെ അളിയന്റെ മൂത്തുക്കാക്കാൻ വേറെ കാരണമുണ്ട്. നമ്മളെ തന്നെ കുടുംബത്തിൽ ചില ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ടെന്ന്. അതാണ് സൊക്കട് മാറിയല്ലോ, സൊക്കട് മാറിയല്ലോ. അത് വിപ്ലവം നടത്തി തോറ്റു നിൽക്കാണ് ഞാൻ. എന്റെ സ്വകാര്യ സങ്കടം അദ്ദേഹത്തിന് കിട്ടിയപ്പോ ബാക്കൊക്കെ നോക്കി തീർത്താണ് ഞാൻ. അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവർക്കും പറയാനുള്ള പദം സൊക്കട് മാറിയല്ലോ, സൊക്കട് മാറിയല്ലോ. ഇബ്രാഹിം നബിനെ കരിക്കണേ കിടങ്ങക്ക് വിറക് നേർച്ചാക്കിട്ട് സോക്കട് മാറിയിട്ടുണ്ട്. എന്താ ചെയ്യാ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേം പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സോക്കട് മാറലോ ഹക്കും തമ്മിൽ ബന്ധമില്ല. എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോ എന്റെ അടുത്ത് വന്നാലും സോക്കട് വരും, അയച്ചിട്ട് ഞാൻ ഷെയ്ഖാന്ന് പറയാൻ നിൽക്കില്ല. മാറലുണ്ട്. ആളെ നോക്കണം, സീറത്തും സൂറത്തും വെക്കണം. കാട്ടിക്കൂട്ടലും ജാടിയല്ല. ആൾക്ക് ദീനുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഒപ്പം കൂടുക. അള്ളാഹു തആല നമുക്ക് ദീനിന്റെ ആളുകളാക്കി തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ മുഹിബ്ബീങ്ങളിലും മുത്തബീങ്ങളിലും നമ്മളെ പെടുത്തട്ടെ. എല്ലാവരും നേർച്ചയാക്കി വാരിക്കൂട്ടി സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ കിടങ്ങ് വിറകുകളെ കൊണ്ട് നിറക്കുകയാണ്. ചരിത്രം പറയുന്നു, തീയങ്ങ് കൊളുത്തിയപ്പോ ഉപരിലോകത്തൂടെ പാറിപ്പറക്കുന്ന പക്ഷികളുടെ ചിറകുകൾ പോലും ഒരുകുമാറ് അവിടെ മൊത്തം പുകയാണ്, വിഷപ്പുകയാണ്. ശക്തമായ ചൂടാണ്. 200 ആളുകൾ ചേർന്നുകൊണ്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അവർക്ക് സാധിച്ചില്ല. ആ സമയത്ത് ലഅനത്തുല്ലാഹി ഇബ്ലീസ് വന്നിറങ്ങിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ മുഴുകി പോകും. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം, ഒരു തന്ത്രം പറഞ്ഞു തരാം. വലിയ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ തോട്ടി എന്ന ഭാഷ എടുക്കാം. നീളമുള്ള വലിയൊരു അലക് എന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചോളൂ. അതിന്റെ തലപ്പത്ത് ഇബ്രാഹിമിനെ അങ്ങ് കൊളുത്തുക. എന്നിട്ട് ആരോഗ്യമുള്ള കുറെ ആളുകൾ ആ മരത്തിന്റെ തണ്ടിന്റെ കൊള്ളിയുടെ ആ തോട്ടിയുടെ അലകിന്റെ നടുഭാഗം പിടിച്ചിങ്ങ് വലിച്ചിട്ട് പെട്ടെന്ന് വിട്ടാൽ അത് ശക്തമായിട്ടങ്ങ് പോയി അടിക്കുന്ന സമ്മർദ്ദത്തിൽ ആ കൊളുത്തിന്റെ പൂർത്ത ഭാഗത്ത് നിങ്ങൾ കൊളുത്തി വെച്ച ഇബ്രാഹിം അങ്ങ് തെറിച്ചിട്ട് തീജ്വാലയിലേക്ക് വീണിട്ട് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് കരിഞ്ഞുകൊണ്ട് ഭസ്മമായി പോകുമെന്ന് ലഅനത്തുല്ലാഹി ഇബ്ലീസ് വന്നുകൊണ്ട് അങ്ങ് തന്ത്രം പറഞ്ഞു കൊടുത്തപ്പോ ആകാശലോകത്തെ മലക്കുകളങ്ങ് കരയുകയാ. കാറ്റിന്റെ മലക്കുകൾ അല്ലാഹുവിനെ പോയി കാണുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ കാറ്റ് പുറപ്പെടുവിച്ചിട്ട് ആ തീയെ കെടുത്തി കളയട്ടെ തമ്പുരാനെ. അല്ലാഹു പറയുന്നു, അത് എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ ഇബ്രാഹിമിന്റെ അരികിലേക്ക് ചെന്നോ, ഇബ്രാഹിമിനോട് ചോദിച്ചോ. ഇബ്രാഹിം ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ
സഹായിച്ചോ എന്ന് കാറ്റിന്റെ മലക്കുകളോട് പറയുകയാണ്. അപ്പൊ വെള്ളത്തിന്റെ മലക്കുകൾ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങളങ്ങ് മഴ പെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നദിയിലുള്ള ഏതെങ്കിലും സമുദ്രഭാഗത്തുള്ള വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വിട്ടിട്ട് അഗ്നി ഒന്ന് കെടുത്തി കളയട്ടെ അല്ലാഹു അവരോടും പറയുന്നു, അത് എന്നോട് ചോദിക്കുന്ന ഇബ്രാഹിമിനോട് ചോദിച്ചോ. ആ സമയത്ത് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് ഖേദിച്ചുകൊണ്ട് കരഞ്ഞു പറയുകയാണ്, അല്ലാഹുവേ ഇബ്രാഹിം എങ്ങാനും കരിഞ്ഞു പോയാൽ മുവഹിദായിട്ട് നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ പടപ്പല്ലേ ഉള്ളൂ അല്ലാഹുവേ, അത് ഇബ്രാഹിം മാത്രമല്ലേ, അതുകൊണ്ട് എനിക്കൊന്ന് സഹായിക്കാനുള്ള സൗകര്യം ചെയ്തു തരണേ. അപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആലകിന്റെ മുകളിൽ കൊളുത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് തീയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ആ സമയത്ത് റബ്ബ് പറഞ്ഞു, പെട്ടെന്ന് വയ്ക്കോ, എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ആവശ്യമെങ്ങാനും അംഗീകരിച്ചിട്ട് ഇബ്രാഹിം സഹായം നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുഖറബുൽ അംലാക്ക് ഓടി വരികയാണ്. അലകിന്റെ മുകളിൽ നരകത്തിലേക്ക്, ദുനിയാവിലുള്ള ഏറ്റവും വലിയ നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് വിശപ്പുക കറുത്തിരുണ്ടത് മുകളിലേക്ക് പാറകളെ പോലെ പർവ്വതങ്ങളെ പോലെ പൊങ്ങി വരുമ്പോ ആ പുക ശ്വസിച്ചുകൊണ്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം ഏതാനും സമയത്തിനുള്ളിൽ വലിച്ചെറിയപ്പെടുന്നതിന്റെ മുമ്പ് ജിബ്രീൽ വന്നിട്ട് ചോദിക്കുകയാണ്. ജിബ്രീൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ ഇബ്രാഹിം അലക ഹജാ. ആ രംഗൊന്ന് മനസ്സിൽ കൊണ്ടു നോക്കാൻ നിങ്ങൾ. ജിബ്രീൽ അന്തരീക്ഷത്തിൽ വന്നിട്ട് യാ ഇബ്രാഹിം അലക ഹജാ. അല്ല, എന്താ വേണ്ടി പറഞ്ഞോളി, വല്ല ആവശ്യമില്ലേ? അപ്പൊ ഇബ്രാഹിം നബിന്റെ ഈമാൻ നോക്കാൻ നിങ്ങൾ. എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമില്ല, എന്റെ വലിയ ഹെൽപ്പ് നിങ്ങൾക്ക് വേണോന്ന് വെച്ചു. ആലകിന്റെ മോളിന്ന് ഇവരെ ഓർക്കണ്ടേ, ഇന്ന് വസ്വാസിന്റെ ലോകാണ്. കുട്ടികളില്ലാതെ പിന്നെയും ദീനിദേവത്തേറ്റ് അടക്കുമ്പോ കുറെ ആൾക്കാർ വസ്വാസാക്കും. നിങ്ങളെ മറ്റേ പണിയൊക്കെ നിർത്തിയിട്ട് പരിയിൽ മരുന്ന് കുടിച്ച് കിടന്നോളിന്ന്. അവിടെ ഇബ്രാഹിം നബിന്റെ സ്വഭാവം കാണിച്ച ആൾക്കാർ ഈ സ്റ്റേജിലുണ്ട്. അള്ളാഹുവർക്കൊക്കെ വൈകാത്ത ഭാവിയിൽ സാലിഹ്യങ്ങളെ മക്കളെ കൊടുക്കട്ടെ. ഈമാൻ എന്ന് പറഞ്ഞാല് അപ്പൂപ്പൻ താടി അവധി, എതിർഭാഗത്ത് നിന്ന് കാറ്റ് വരുമ്പോ പാറാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചേട്ടെ. രണ്ട് കുട്ടികൾ ദർസിലോതി പഠിക്കുമ്പോഴേക്ക് അല്ല അവരങ്ങനെ പോയാ എന്താ കാറ്റാ, അപ്പൊ എന്താ കാറ്റാ, ഇങ്ങനത്തെ ഈമാനായത്. അപ്പൊ എന്താ കാറ്റാ, ഇത് തെരഞ്ഞ അല്ല എന്നുള്ള ബോധമൊന്നുമില്ല. ആ പറഞ്ഞോന്റെ പാണ്ട് കൂടെയാണ് എന്താ കാറ്റാ. ഇങ്ങനെ ആവരുത് നമ്മളെ ഈമാൻ എന്നാണ്. അതിനൊക്കെ ചേലും പോലെ ഉണ്ടാവണം. ഇബ്രാഹിം നബി ആവാൻ നമുക്ക് പറ്റൂല എന്ന് ഉറപ്പാണ്. പക്ഷേ ആ മില്ലത്തിൽ നമുക്ക് ഇത്തിബ ഉണ്ടെന്ന് ഉറപ്പല്ലേ. അല്ലാഹു തആല നമ്മളെ ഈമാൻ ഉറപ്പിച്ചേട്ടെ. ആരും ഒന്നും വസ്വാസാക്കിയാലും ഇളകി പോരുത്. നമ്മളെ ഈമാൻ ഇളകരുത്. നമ്മൾ പിടിച്ചോടത്തേക്ക് ഈമാന്റെ ആൾക്കാരെ കിട്ടണം. അവരെ കുഫറിലേക്കും ശിർക്കിലേക്കും വിദഗ്ധത്തിലേക്കും ദോഫിലേക്കും നമ്മൾ പോരുത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജിബ്രീൽ ചോദിച്ചത് ഈമാനെ പൊളിക്കണമൊന്നുമല്ല, പൂർണ്ണ ഹലാലാണ്. ഒരു മലക്കിന് സഹായം കിട്ടുകയെന്നാണ് നമ്മളെ കുത്തുബീത്തിനൊക്കെ മലക്കിന് സഹായം ചോദിക്കുന്ന ആൾക്കാരാണ്. അത് തെറ്റെന്നാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം ചോദിച്ചത്. അപ്പൊ ഇബ്രാഹിം നബി പൂർണ്ണ അവസ്ഥയിലാ. ഇബ്രാഹിം നബി തിരിച്ചിങ്ങോട്ട് വെച്ചു, അല്ല എനിക്കിപ്പോ നിങ്ങളതൊന്നും വേണ്ട, എന്റെ നിങ്ങൾക്ക് വേണം. ജിബ്രീൽ പറയാ, ജിബ്രീൽ അത്ഭുതപ്പെട്ടു. അലകിന്റെ മുകളിൽ വെച്ചിട്ട് ജിബ്രീലിനെ അത്ഭുതപ്പെടുത്തിയ ആളാ ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പൊ ജിബ്രീൽ പിന്നൊന്ന് പറഞ്ഞു, എന്താരോ, എന്നാലേ നിങ്ങളിപ്പോ ഞാൻ സഹായിക്കണമെന്നില്ല, നിങ്ങൾ കാര്യം ചെയ്യും, അള്ളഹാനോട് നന്നായിട്ടാണ് ദ്വാരുന്നാളിന്നാണ്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ അള്ളഹാനോടൊന്നും ഓർക്കൂല. പവറും ആക്കാൻ നിങ്ങൾ, ഞാൻ അള്ളഹാനോടൊന്നും ഓർക്കൂല. അപ്പൊ ജിബ്രീൽ വിളിച്ചെന്ത് ചോദിച്ചു, ആ ഇൽമുഹു ബിഹാലി യക്ഫി അൻ സുആലി, ഇൽമുഹു ബിഹാലി യക്ഫി അൻ സുആലി. എന്റെ ഇപ്പത്തെ അവസ്ഥ അള്ളാഹ്ക്ക് അറിയില്ലേ, അത് മതി, വേണമെങ്കിൽ സഹായിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കഴിഞ്ഞോളാം. ഇതിൽ ആരിഫ്യങ്ങൾക്ക് വേറൊരു പോക്കുണ്ട്. എന്താ അറിയോ, ഇതൊക്കെ ഇബ്രാഹിം നബി പറഞ്ഞത് ചുമലിലുള്ള മുഹമ്മദിയെ നൂറിൽ ഉറപ്പിച്ചിട്ടാണ്. കരിയിലാന്ന് ഉറപ്പാ, കാരണം ഇവിടെ ഉണ്ട് മുഹമ്മദ് മുസ്തഫ. അത് ആ ഭാഗത്തേക്ക് ഇപ്പൊ ഞാൻ പോണില്ല, വേറെ വിഷയമാണ്. ഇവിടെ ഉണ്ട് മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് ഇബ്രാഹിം നബിക്ക് ഉറപ്പാണ്, കരിയിലാന്ന് ഉറപ്പാണ്.
ഒരു ഉറപ്പും കൂടി ഉണ്ട്. കാരണം അമ്പിയാക്കളെ ശരീരം കരിയിലാന്നാണ്. അത് കരിയുന്ന പിൽക്കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ അവരൊന്നും കൂടി ചിന്തിക്കുന്നത് സമൂഹത്തിന് നല്ലതായിരിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അമ്പിയാക്കളൊന്നും കരിയില്ല. കാരണം അമ്പിയാക്കളെ കരിക്കുന്ന ഒരു തീ ദുന്യാവിലില്ല. മുഹമ്മദ് നബി ആരാണ്? മേറാജിന്റെ രാത്രിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഗാലക്സി, വലിയ നക്ഷത്രങ്ങൾ, ആ തീപ്പൊരി, ബഹറുന്നൂർ എന്ന് പറഞ്ഞാല് എന്താണത്? പ്രകാശത്തിന്റെ സമുദ്രം എന്നൊക്കെ പറഞ്ഞാല് ഭാഷയിൽ വെറുതെ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ മാത്രം. ജിബിരിയിൽ കാല് വെച്ച കരിയുന്ന സ്ഥലമാണത്. അവിടേക്ക് ചിരിച്ചിട്ട് ഒരു രോമം കരിയാതെ പോയ ആളാണ് മുഹമ്മദ് നബി. ഇനി ആ മുഹമ്മദ് നബിനെ കരിക്കുന്ന ഒരു തീ ദുന്യാവിൽ ഉണ്ടോ? ഉണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് ഇല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പവർ കണ്ടോ നിങ്ങള്? ഇബ്രാഹിം നബിന്റെ പവർ കണ്ടോ നിങ്ങള്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇത്തിബാ ചെയ്യാൻ വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോ ദ്വാരക്കില്ല, എന്റെ ഇപ്പത്തെ അവസ്ഥ അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ് സഹായിക്കണമെങ്കിൽ സഹായിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഇബ്രാഹിം നബി പറഞ്ഞു, ഇബ്രാഹിം നബി ജിബ്രീൽ അലൈഹിസ്സലാമിന് തൗഹീദിന്റെ ക്ലാസ് എടുത്തു കൊടുക്കുകയാ. എവിടെ വെച്ചിട്ട്? ശക്തമായി ജ്വലിക്കുന്ന തീപന്തത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ, ഈ തീനെ കത്തിച്ചത് ആരാണ്? ജിബ്രീൽ പറഞ്ഞു, അത് നമ്രൂദാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്രൂദ് ഇവിടെ തീനെ കത്തിച്ചത് അള്ളാഹു അറിയുമോ? അതെ, അറിയോ. ഞാനിവിടെ എന്തിനാണ് ശബ്ദിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നും അള്ളാഹുവിന് അറിയില്ലേ? അതെ, തൗഹീദിന് വേണ്ടിയുള്ള ദഅവത്താണ്. എന്നാൽ പടച്ചവന് വേണ്ടി ദഅവത്ത് നടത്തുന്ന എന്നെ പടച്ചവൻ തന്നെ നമ്പൂതിരെ കൊണ്ട് തീയിലിട്ട് കരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഞാനത് പുമാല പോലെ സ്വീകരിക്കാൻ തയ്യാറാണ് ജിബ്രീൽ. അതുകൊണ്ട് നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. തീജ്വാലയുടെ മുമ്പിൽ വെച്ച് കമാലിയത്തിന്റെ തവക്കുലിന്റെ തദ്രീസ് നടത്തിയ ആളാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം. എന്താണ് ആ ചോദ്യം? ഒറ്റ ചോദ്യം. ഈ തീ ആരാ സൃഷ്ടിച്ചതെന്ന് വെച്ച്. മൂസാ നബി അലൈഹി സ്വലാം പാമ്പിനെ കണ്ടപ്പോ പേടിച്ചു. മൂസാ നബി ഫിറൗന്റെ ഭാഗത്ത് ഫിറൗന്റെ ആളുകൾ വന്നിട്ട് വടി പാമ്പാക്കിയിട്ടില്ല, കയറും വടിയൊക്കെ, ഞാൻ പറയുന്നില്ല, പാമ്പ് ഇങ്ങനെ വന്നു. അപ്പൊ മൂസാ നബി സത്യത്തിൽ പേടിച്ചു. മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, കയ്യിലുള്ള വടിയാണ് ഇട്ടാളി പറഞ്ഞു, അലക്കിയ സാക്ക നിങ്ങൾ ഇട്ടാളി പറഞ്ഞു. മൂസാ നബി കയ്യെ പിടിച്ച വടിയിട്ടപ്പോ അതും പാമ്പായി. അപ്പൊ മൂസാ നബിക്ക് പേടി കൂടി. ജിബ്രീൽ അലൈഹിസ്സലാമിൻ വന്നിട്ട് തീജ്വാലയുടെ മുമ്പിൽ പേടിപ്പിച്ചു ഖലീലുള്ളാഹി ഇബ്രാഹിമിനെ. എന്നിട്ടും തീയിനെ കണ്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിച്ചില്ല, പാമ്പിനെ കണ്ടിട്ട് മൂസാ നബി ഇസ്ലാം പേടിച്ചു. ഓരോരുത്തരും മക്കാമാണത്. അവിടെ വേറൊരു കാരണമുണ്ട്. മൂസാ നബി പാമ്പിനെ കണ്ടിട്ട് പേടിക്കാൻ കാരണം, മൂസാ നബിന്റെ കയ്യിലുള്ള വടിയിട്ടപ്പോ പാമ്പാക്കിയത് ആരാ? അള്ളാഹുവാണ്. അപ്പൊ ഖാലിഖായ റബ്ബിന്റെ പ്രവർത്തനത്തിൽ പേടിക്കേണ്ടതില്ല. ഇവിടെ തീയിനുണ്ടാക്കിയത് ആരാ? അപ്പൊ ഹൽക്ക് ഇടപെട്ടപ്പോ പേടിയായി. അതാണ് അതിലുള്ള വ്യത്യാസം. എന്നാലും ഒരാൾ പേടിച്ചു, മറ്റാൾ പേടിച്ചില്ല. ഞാൻ അതിന്റെ ആന്തരിക പൊരുളുകളിലേക്ക് ഇറങ്ങണില്ല, അത് ഒരു ക്ലാസ്സിൽ വെച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഒരു ഓപ്പൺ ക്ലാസ് ആണ്, അതുകൊണ്ട് കിശിരിയായ കാര്യങ്ങൾ പറയണു. തൊലിപ്പുറത്ത് കൂടി പോകണുള്ളൂ, ഉള്ളിലേക്ക് പോണില്ല. ചിന്തിക്കണം. ചിലത് സാമ്പിളിന് വേണ്ടിയിട്ട് അറിയാതെ പറഞ്ഞു പോകണം. ചിന്തിക്കാം. ഓരോന്നും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കണേ, ചിന്തിക്കണേ, ഞാനും ഓർക്കണേ, ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്, ലജ്ജത്തിസ് സമാവാതു വൽ അർളു. ആകാശം വിതുമ്പുകയാണ്, ഭൂമി കരയുകയാണ്, ജിബ്രീൽ പിൻവാങ്ങുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ തീയിനെ സൃഷ്ടിച്ചത്, ഈ തീയിനെ നിർമ്മിച്ചത് നമ്രൂദാണ്. അതിന് സൗകര്യം ചെയ്തു കൊടുത്തത് ഖാലിഖായ റബ്ബാണ്. അതുകൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ കാരണത്താൽ റബ്ബ് തന്നെ എന്നെ തീയിലിട്ട് ഉരുക്കുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ല എന്ന് വാക്ക് പറഞ്ഞപ്പോഴാണ് അള്ളാഹു തീയിനോട് ഒരു ഓർഡർ ചെയ്തത്, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അത് ഈ വാക്ക് പറഞ്ഞപ്പോഴാണ് അള്ളാഹു നടത്തിയത് എന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു പാഠം പഠിക്കാണ്ട്. ഓരോ ചില സ്ഥലത്ത് മാത്രം പാഠം ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ചില നല്ല വാക്കുകൾ പറഞ്ഞാൽ അള്ളാന്റെ നല്ല സഹായം കിട്ടും, ചില ചീത്ത വാക്കുകൾ പറഞ്ഞാൽ അതിന്റെ അദാബ് വേറെയും കിട്ടും. യൂസുഫ് നബി ഇസ്ലാം 11 കൊല്ലം ജയിലിൽ കടന്നു. എത്ര കൊല്ലം? 12 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. അതിന് കാരണം 12 അക്ഷരങ്ങൾ പറഞ്ഞതാണ്.
അതിന് കാരണം 12 അക്ഷരങ്ങൾ പറഞ്ഞു. എന്ത് തെറ്റല്ല, അമ്പിയാക്കൾ മുമ്പും ശേഷവും തെറ്റ് ചെയ്യൂല. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ ജയിൽ മോചിതനായിട്ട് ഇയാൾ ഇറങ്ങിപ്പോകുമ്പോൾ യൂസുഫിനെ ഇയാളോട് പറഞ്ഞു, പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം രാജാവിനോടൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അത് സുറിയാനി ഭാഷയിലാണ് പറഞ്ഞത്. അതിന് 12 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഓരോ അക്ഷരത്തിനും ഓരോ കൊല്ലം അള്ളാഹു ജയിലിൽ കിടത്തി. ചില അക്ഷരങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇന്നും പല ആളുകൾ കിടക്കുന്നത് അങ്ങനെയുള്ള ചില അക്ഷരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു എല്ലാവരും രക്ഷപ്പെടുത്തി തരട്ടെ, നമ്മളൊക്കെ അള്ളാഹുത്തല രക്ഷപ്പെടുത്തി തരട്ടെ. അക്ഷരങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് എവിടുക്കാ പോകണമെന്നൊക്കെ ചിന്തിക്കണം. അതിന്റെ അദാബ് തീരാതെ പോവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുത്തല വെടുപ്പുള്ള വാക്കുകൾ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞാലോ നന്മയുടെ പൂക്കാലമായിരിക്കും. അള്ളാഹു അനുഗ്രഹങ്ങളുടെ പേമാരി ചെയ്യും. അള്ളാഹു അതിന്റെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞത് കമാലിയത്തിന്റെ രൂപമാണ്. എന്നെപ്പോ ഇതിലിപ്പോ കരിക്കാൻ അള്ളാഹ്ക്കൊരു തീരുമാനമാണെങ്കിൽ എനിക്ക് ഒരു വിഷയമില്ല. അള്ളാഹ്ക്കാണ് സന്തോഷമായി. അല്ല തീനോട് ഓർഡർ ചെയ്തു, ഒരഭിപ്രായത്തില് ആ ഓർഡറോട് കൂടി മശ്രിക്ക് മഗ്രിബിന്റെ ഇടയിലുള്ള എല്ലാ തീയിന്റെയും സ്വഭാവം മാറി എന്ന് ചില മഹാന്മാർ പറഞ്ഞു. അവിടെ എങ്ങാനും അള്ളാഹു എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇബ്രാഹിം നബി തണുത്ത് വിറത്ത് ഐസായി ഉരുകി മരിക്കുമായിരുന്നു എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല പറയാണ്, ഇബ്രാഹിമിന്റെ മേലേക്ക് തണുപ്പായിക്കോന്ന് പറയുകയാണെങ്കിൽ തണുത്തുറച്ചിട്ട് ഇബ്രാഹിം നബി മരിക്കുമായിരുന്നു. പക്ഷെ ബർദം സലാമൻ എന്ന് പറഞ്ഞു. തണുത്താ പോരാ, രക്ഷയുള്ള തണുപ്പാവണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇബ്രാഹിം നബി ഇസ്ലാം നല്ല എ സി തണുപ്പ്, നല്ല AC സംവിധാനത്തിലാണ് കഴിഞ്ഞത്. ഇബ്രാഹിം നബി ഇസ്ലാം പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും സുഖമുള്ള ദിവസങ്ങൾ നമ്രൂദിന്റെ തീയില് കടന്ന ദിവസങ്ങളായിരുന്നു. അള്ളാഹു ഒരു ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തട്ടെ. പരീക്ഷണത്തെ ഒരാൾ മാറ്റിത്തിരിക്കണം നോക്കിങ്ങൾ തവക്കുലിന്റെ ഊക്കുകൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി പറയും, തൗഫീഖ് ചെയ്യട്ടെ. തവക്കുല് എന്ത് പരീക്ഷകൾ പല. ഇന്നലെ ഇപ്പൊ ഞാന് ഇവിടെ എനിക്ക് ഇന്നലെ പരിപാടി ഓമാന് എങ്ങനെ അറിഞ്ഞു? ഓമാൻ ഒരു ശ്രോതാക്കളെ നേർച്ചയില്ല എന്നാലും എനിക്ക് പരിപാടി. സുബ്ഹാനല്ലാഹ്, മനം പൊട്ടിപ്പോയി. പിരിവിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോ എന്നും പിരിവില് ക്യാൻസർ രോഗികളെ സദസ്സിൽ കാണലുണ്ട്. പക്ഷെ ഇന്നലെ കണ്ടത് അങ്ങനെയല്ല. ഇന്നലെ പിരിവ് ചോദിച്ചപ്പോ ആദ്യം തന്നെ വെള്ള കതിർ കുപ്പായിട്ട കറുത്ത താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു 32 വയസ്സുണ്ടാവും, വന്നിട്ട് എന്റെ കയ്യിൽ പിരിവ് തന്നു. ആ സദസ്സിനിട്ടിട്ട് എനിക്കല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹം ദ്വാർക്കണം, 2 കിഡ്നിയും പോയിക്കണ്, 2 മാസമാണ് ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങൾ വേളുണ്ട് എന്ന് കേട്ടപ്പോ വന്നാണ് പറഞ്ഞു. അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. പക്ഷെ ആ ചെറുപ്പക്കാരന് മുഖത്ത് പ്രയാസമില്ല. എന്നോട് വേറെ ആൾ പറഞ്ഞു, ഭയങ്കര തവക്കുലാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ തട്ടിപ്പോകും. അതാണ്ട് കഴിഞ്ഞപ്പോ രണ്ടാമതൊരാൾ വന്നത് എന്നെ വല്ലാതെ വട്ടം കറക്കിയത്. അത്ഭുതം. രണ്ടാമതൊരു ആള് വന്നു, ഫൈസിയാണ്, 26 വയസ്സ്, കഴിഞ്ഞ കൊല്ലം ജാമ്യയിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. എത്ര വയസ്സ്? തലന്റെ ഈ ഭാഗം കട്ട് ചെയ്തിക്കണം, തലന്റെ ചിരട്ട കട്ട് ചെയ്തിട്ട് വയറുമ വെച്ച് പിടിപ്പിച്ചിരിക്കണം. എന്നിട്ട് തലന്റെ ഈ ഭാഗം മാറ്റിങ്ങോട്ട് ഒരു ഭാഗം ഇല്ലാതെ അങ്ങോട്ട് ചാഞ്ഞിക്കാണ്. ഇവിടെ കുറ്റിത്താടി ഉണ്ട്. കരഞ്ഞിട്ടിനോട് അറിഞ്ഞ് ദ്വാരക്കണം. ഇതൊക്കെ ഞമ്മക്കാണ്ട് വന്നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കുയിന്ന കണ്ടാകുമ്പോഴേക്ക് പറഞ്ഞു നീറ്റും പോലൊരു ബൈച്ചെത്താതെ ഇതൊക്കെ ഒന്ന് വന്നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നമുക്ക് പരീക്ഷണം ഉണ്ടായിട്ടില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല അവർക്കൊക്കെ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നാമേം പറയും. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പരീക്ഷണങ്ങളെ തട്ടിത്തിരിക്കണേ. എത്രയെത്ര സഹോദരിമാരാണ് ഹാജർ ബീവിയുടെ സ്വഭാവമുള്ള സഹോദരിമാർ. അൽഹംദുലില്ലാഹ്. ഉമ്മമാരെ, പെങ്ങന്മാരെ നീട്ടി പറയാൻ എനിക്ക് സമയമില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഹാജർ ബീവിയുടെ സ്വഭാവമുള്ളവരുണ്ടാകണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബെഡ്റൂമിൽ റാബിയത്തുൽ അദവിമാര് പറക്കണേ, നഫീസത്തുൽ മിസ്രിയമാര് പറക്കണേ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ.
ആകാശം കരയുകയാണ്, ഭൂമി കരയുകയാണ്, മലക്കുകൾ കരയുകയാണ്, പറവകൾ കരയുകയാണ്, കുന്നുകൾ കരയുകയാണ്, സകലതും കരയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. തീയിലങ്ങ് എത്തിയ പാടെ ഇബ്രാഹിം അങ്ങ് ചൊല്ലി ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നമ്രൂദ് തീ കൂട്ടിയിട്ട് എന്താണ്? തീജ്വാലകൾ നാക്ക് നീട്ടിയിട്ട് എന്റെ നേരെ രാക്ഷസീയ സ്വഭാവത്തിൽ തിരിഞ്ഞാൽ എന്താണ്? ഈ ലോകത്തെ ഏറ്റവും വലിയ നരകത്തിന്റെ തീജ്വാലയിൽ വിറക് കൊള്ളിയായി എന്നെ വലിച്ചെറിയപ്പെട്ടാൽ എന്താണ്? ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി. നമ്രൂദിന്റെ തീജ്വാലയിലും എനിക്കല്ലാഹു മതി, അവന്റെ വാളിന്റെ മുമ്പിലും എനിക്കല്ലാഹു മതി, ശത്രുവിഭാഗത്തിന്റെ കെണിവലയിലും എനിക്കല്ലാഹു മതി. ഈ ദിക്റങ്ങ് ചൊല്ലിയിട്ട് ഇബ്രാഹിം തീയിലങ്ങ് എത്തിയ പാട് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ജിബ്രീലേ, എന്റെ ഇബ്രാഹിം തീയിലെത്തിയിട്ടുണ്ട് ജിബ്രീലേ, അതുകൊണ്ട് സ്വർഗീയമായ ഉടുപ്പുമായി ഓടിക്കോ ജിബ്രീലേ. ജിബ്രീൽ സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഒരു ജുബ്ബയുമായി ആ തീജ്വാലയിലേക്ക് പറന്നു വരികയാണ്. ഇബ്രാഹിം ആ മനോഹരമായ ജുബ്ബയും ധരിച്ചുകൊണ്ട് സ്വർണത്തിന്റെ സ്വർഗീയമായ കസേരയിൽ ആ തീജ്വാലയുടെ നടുവിലായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു മലക്കിരിക്കുകയാണ്, ഇടത്ത് വേറെ ഒരു മലക്കും ഇരിക്കുകയാണ്. രാജാവിനെ പോലെ സ്വീകരിച്ചുകൊണ്ട് തീയിൽ കൊട്ടാരത്തിരുന്നോണം അവന്റെ ഖലീലിനെ പോറ്റിയ റഹീമായ ജലീലായ ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ അപകടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, വിഷപ്പാമ്പുകളിൽ നിന്ന്, ഇടിമിന്നലുകളിൽ നിന്ന്, കൊടുങ്കാറ്റിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഐനിൽ നിന്ന്, ഗീബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, ഖത്ലിൽ നിന്ന്, വർബിൽ നിന്ന്, സകല പിശാചുക്കളുടെ വസ്വാസുകളിൽ നിന്നും ഖവാത്തുകളിൽ നിന്നോ ഇബ്രാഹിമിനെ നമ്രൂദിന്റെ തീജ്വാലയിൽ വെച്ച് കാത്ത അല്ലാഹ്, ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു നമ്മളെയും രക്ഷപ്പെടുത്തട്ടെ. സമയം ഒരുപാടായി, ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കാം. അപ്പോ ഞാൻ ഓരോന്നിലുമുള്ള ഗുണപാഠങ്ങൾ ഓർമ്മപ്പെടുത്തൽ അവസാനിപ്പിച്ചതാണ്. നിനക്ക് ഒരുപാട് പഠിക്കാണ്ട് ആ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് കഴിഞ്ഞപ്പോ പിന്നെ കുട്ടി ഭക്ഷണം കൊടുക്കുക, എല്ലാവർക്കും ഭക്ഷണം കൊടുത്താള്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പെണ്ണുങ്ങൾ കൊടുത്തോളും, ആണുങ്ങൾ കേട്ടാ. നിങ്ങൾ ഇളകരുത് അവിടെ ഇരുന്നോളൂ. എല്ലാവർക്കും പോകുമ്പോൾ ഭക്ഷണം ഉദ്ദേശിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ഉദ്ദേശിച്ചാണ്. അള്ളാഹു തആല അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഖബറിൽ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. ഓരോന്നും ഇബ്രാഹിം നബിന്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി മോനെ ഇറക്കണതാ വേറെ ഒരാള്. പിന്നെ ഭാര്യനെയും കുട്ടീനെയൊക്കെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കൊണ്ട് ഒക്കെ കഷ്ടപ്പാടാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഈമാൻ പ്രകാശമായി, ലോകമായി, ഒരു വലിയ പാഠമായി, തൗഹീദിന്റെ മനുഷ്യരൂപമായി കടന്നുപോയി. പിന്നെ ഇബ്രാഹിം ഖാന ഉമ്മ, ഇബ്രാഹിം ഒരു സമൂഹമാണെന്ന് അല്ലാഹു പറയുന്നതിലേക്ക് ആ വ്യക്തിത്വ പ്രഭാവം പ്രവിശാലമായി. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഒരാളെ നോക്കിയിട്ട് ഒരു സമൂഹം എന്ന് അല്ലാഹു പറഞ്ഞു. ഒരാളെ നോക്കിയിട്ട് ഒരു പ്രസ്ഥാനം നമ്മൾ പറയാറുണ്ടോ? ഒരാളിങ്ങനെ വരുമ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ലോണം തട്ടി വരുമ്പോൾ നമ്മൾ പറയലുണ്ട് ഒരു പ്രസ്ഥാനം വരുന്നുണ്ടെന്ന്. അത് ഇസ്തിഹ്സാൻ പറയുന്നതാണ്. കാര്യത്തിൽ ഒരാളെ നോക്കിയിട്ട് നമ്മൾ പറയലുണ്ട് ഒരു പ്രസ്ഥാനം വരുന്നുണ്ടെന്ന്, ഇല്ലേ? പറയലുണ്ട്. നിങ്ങളെന്താ എല്ലാവരും മാവോട്ട് ചോദിച്ചു നോക്കുന്നു? തടിയുള്ള ഞാൻ പഠിക്കുന്നില്ലേ? ഞാൻ തടിയില്ലേ? നിങ്ങൾക്ക് ഇന്ന തടിയില്ലേ? നിങ്ങൾക്ക് എന്താ ഞാൻ തടിയില്ലാത്തതായിട്ട് തോന്നുന്നുണ്ടോ? എന്താ ആർക്കാരൊക്കെ അങ്ങ് തോന്നുന്നു? ശരി, അങ്ങനെ അത് മുപ്പരാ തീ ഇങ്ങനെ ചിന്തിച്ചാണ്. അപ്പൊ ചിന്തിക്കണം. നമ്മൾ പറയലുണ്ട് അത് പറയലില്ല, ഇത് അല്ലാഹ് അതൊന്നും ചിന്തിച്ചില്ല. അല്ലാഹ് അങ്ങോട്ട് പറഞ്ഞു അതൊരു സമൂഹമാണ്. അതാ അതിനകത്ത് രണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണേ പെണ്ണുങ്ങളെ, ഹാജർ ബീവി നിങ്ങളിൽ ഉണ്ടാകണോ? ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൂറ്റൻ പർവ്വത പാറക്കെട്ടുകൾക്കിടയിൽ ഇട്ടേച്ചു പോയപ്പോ എന്നെ അള്ളാഹു സംരക്ഷിക്കും എന്ന ഉറപ്പോടുകൂടി ഒരു പെണ്ണൊരുത്തിയതാ കുട്ടിക്ക് കൊടുക്കാനുള്ള വെള്ളമങ്ങ് നഷ്ടപ്പെട്ടപ്പോ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി രണ്ട് മലക്കെട്ടിന്റെ ഇടയിൽ നടക്കുകയാണ്. ഹാജർ ബീവി അന്ന് നടന്നത് സായിയായിട്ടല്ല,
അത് എന്റെ മകനുള്ള വെള്ളത്തിന് വേണ്ടി പടച്ചവന്റെ സഹായം അന്വേഷിച്ചുകൊണ്ടുള്ള നടത്തമാണ്. അതിലും ഒരു പാഠമുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്, ഖാലിഖായ റബ്ബിന് വേണ്ടിയാണ് കൊണ്ടുപോയത്. നമ്മൾ ഗൾഫിലേക്ക് പോകും പോലെ പോയതല്ല. അവിടെ കൊണ്ടുപോയി പാർപ്പിക്കാനുള്ളതിന്റെ താല്പര്യം ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്. അവർ നിസ്കാരം ഇഖാമത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നിസ്കാരം എപ്പോഴാണ് ഇഖാമത്ത് ചെയ്യുക? ഇഖാമത്ത് എന്ന് പറയണമെങ്കിൽ അതിന് റൂഹുണ്ടായിരിക്കണം. ഞാൻ എന്നെ കുറിച്ച് അന അഖൂമു എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അന ഉഖീമു എന്ന് പറയണമെങ്കിൽ എനിക്ക് ആത്മാവുണ്ടാകണോ? നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് റൂഹ് കൊടുക്കാനാണ് എന്നാണ് താല്പര്യം. നിസ്കാരത്തിന്റെ റൂഹ് ഇഖ്ലാസാണ്. അതുകൊണ്ട് എന്റെ ഭാര്യയും എന്റെ സന്താനങ്ങളും എനിക്ക് ഇഖ്ലാസോടെ നിസ്കരിക്കാൻ വേണ്ടിയാണ് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് പാർപ്പിച്ചത് എന്ന് അള്ളാന്റെ ഖലീല് പറഞ്ഞിരിക്കെ, ഇനി ആ പൈതലായ ഇസ്മായിൽ തക്ലീഫിന്റെ കാലമെത്തിയിട്ടില്ല, കാലിന്റെ ചുവപ്പ് മാറിയിട്ടില്ല. ആ കുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് കടമയെന്ന പോലെയല്ലേ? എന്നാൽ അല്ലാഹു തആല അത്ഭുതകരമായ വെള്ളം കൊടുത്തില്ല. ഹാജർ ബിവിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ഏത് തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചാലും ചിലരെന്നോട് ചോദിക്കലുണ്ട്, ഉസ്താദേ തബാറക് ഓതുന്നുണ്ട്, ഇദാ വഖഅത്തി ഓതുന്നുണ്ട്, എന്നിട്ടും കടം തീരുന്നില്ല. നാരിയത്ത് സലാത്ത് ചൊല്ലിയിട്ടും വിസ കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ദിക്റുകള് അല്ലെങ്കിൽ ഇന്ന ആലിമിന്റെ അരികിൽ പോയി ദുആ ചെയ്യിപ്പിച്ചിട്ടോ വയറിന്റെ വേദന മാറിയിട്ടില്ല. ഹാജർ ബീവി അതിന് മറുപടിയാണ്. ലോകത്ത് ഒരുപാട് അമ്പിയാക്കളും സഹാബാക്കളും സഹാബിയാത്തും മൗലിയാക്കളും അതിന് മറുപടിയാണ്. ഞാൻ എണ്ണി പറയുന്നില്ല. എന്താ പെട്ടെന്ന് അസുഖം മാറാത്തത്? എന്താ നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടി ചിലപ്പം ഗൾഫിലേക്ക് പോകേണ്ടി വരോ, ചിലപ്പം കടത്തിൽ കുടുങ്ങി എന്ന് വരോ, ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് വരോ? കാരണം ദുനിയാവ് എന്നത് അധ്വാനത്തിന്റെ സ്ഥലമാണ്. നമുക്ക് മുമ്പ് ആലമുൽ അർവാഹ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ അധ്വാനമില്ല. ആലമുൽ ബുത്തൂന് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെയും അധ്വാനമില്ല, അമലില്ല. ഇനി ആലമുൽ ബർസഖാകുന്ന ഖബർ വരാനുണ്ട്, അവിടെയും അമലില്ല. ആലമുൽ ജസാ വരാനുണ്ട്, അവിടെയും തക്ലീഫില്ല. തക്ലീഫിന്റെ ലോകം ദുനിയാവ് മാത്രമാണ്. അവിടെ ഈമാനിന് വേണ്ടിയും കഷ്ടപ്പെടണോ, ദുനിയാവിന് വേണ്ടിയും കഷ്ടപ്പെടണോ? പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ചിലപ്പോൾ ദുനിയാവ് ഒഴിവാക്കിയവർക്കും ദുനിയാവ് കിട്ടോ, ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചവർക്കും ദുനിയാവ് കിട്ടോ. ചിലപ്പം ദുനിയാവ് വേണ്ട എന്ന് തീരുമാനിച്ചവരും വലിയ പ്രമുഖരാകോ, വലിയ ധനാഢ്യന്മാരാകോ. കാരണം ദുനിയാവിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആരാണോ നിന്നെ ഒഴിവാക്കിയത്, വഖ്ദുമീ, നിന്നെ ഒഴിവാക്കിയിട്ട് എന്റെ സേവനം തെരഞ്ഞെടുത്തവരെ നീ പാദസേവ ചെയ്ത് ജീവിക്കണേ എന്ന് ദുനിയാവിനോട് അള്ളാഹു പറഞ്ഞു എന്ന് മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് വേണ്ട എന്ന് വെച്ചവർക്കും ദുനിയാവ് കിട്ടോ, പക്ഷെ ആഖിറം വേണ്ട എന്ന് വെച്ചവർക്ക് കിട്ടൂല. വേണമെന്ന് വെച്ചവർക്ക് തന്നെ പലർക്കും കിട്ടാതെ പോയത്, പിന്നെ വേണ്ട എന്ന് വെച്ചവർക്ക് എങ്ങനെയാണ് കിട്ടുക? അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ആഖിറത്തിന്റെ കാര്യത്തിലായിരിക്കണം ഗൗരവം. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദാ. ദുനിയാവിന് വേണ്ടി നീ അധ്വാനിക്കുമ്പോ എന്നും ജീവിക്കുന്നവനെ പോലെ അധ്വാനിക്കണോ? എന്നും ഞാൻ ഇവിടെ ജീവിക്കുമെന്ന തോന്നലുണ്ടായാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ അധ്വാനിക്കുന്നത് അത് അവിടെ താറിക്കിടക്കുന്നതാണ്. എന്ന് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോ നാളെ തന്നെ മരിക്കുന്നവനെ പോലെ അധ്വാനിക്കണം. എന്താ അതിന്റെ അർത്ഥം? ദുനിയാവിനുള്ളത് ഈ താറിക്കോ, ആഖിറത്തിനുള്ളത് സ്പീഡ് കൂട്ടിക്കോ എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് അതിന്റെ അർത്ഥം, അതതിന്റെ പൊരുള്, വേറെ അർത്ഥമില്ല എന്നല്ല, അത് അതിന്റെ മർമ്മമാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ മുമ്പിൽ ആഖിറായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി ആമീൻ പറയും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മുമ്പിൽ എപ്പോഴും ആഖിറായിരിക്കണം. ആഖിറം ആഖിറം ആഖിറം. പണം ഉണ്ടായിക്കോട്ടെ, അത് വന്നു പോയിക്കോട്ടെ. ഇവിടൊക്കെ പണക്കാർ ഒരുപാടുണ്ട്, സ്റ്റേജിലുണ്ട്, താഴേക്കുണ്ട്, ആഖിറ ഉള്ളവരുണ്ട്. ഇത് മോശമുള്ള ആളൊന്നല്ല, നല്ല ബിസിനസ്സുകാരനാ. അതെങ്കിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ഇരിക്കണവര്. പണുണ്ട് പക്ഷെ തൊപ്പിയുണ്ട്, പണുണ്ട് നിസ്കാരത്താമ്പുണ്ട്, പണുണ്ട് തഹജ്ജുദുണ്ട്, പണുണ്ട് വൃത്തിയേടില്ല, പണുണ്ട് ടി വി വെക്കൂല, പണുണ്ട് സിനിമ കാണൂല. എത്ര പൈസ ഉണ്ട് പക്ഷെ അള്ളാന്റെ മാർഗത്തില്ല, ചെലവഴിക്കൂല. അള്ളാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.
അത് ആർക്കാ? തലയിൽ ആഹാരം കൂടിയാൽ അങ്ങനെയാണ്. അള്ളാഹു തആല നമ്മളെ തലയിലും കൽബിലും ആഹാരം നിറച്ചേറ്റെ. അവിടെയാണ് ഹാജർ ബീവിനെ മാതൃകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഹാജർ ബീവി, ആ കുടുംബ ഇബ്രാഹിം നബി, അവരെ ദുആ അനശ്വരമായില്ലേ? ഏതാ അല്ലാഹു സ്വീകരിക്കാത്തത് അല്ലേ? പടച്ചവനെ ആ കുടുംബനാഥന്റെ ദുആ അങ്ങനെ തന്നെ അന്നും ഇന്നും എന്നും. അതുകൊണ്ട് റബ്ബേ, ജനങ്ങളിൽ നിന്നൊരു വിഭാഗത്തിന്റെ ഹൃദയങ്ങള് അവരിലേക്ക് നീ ഒഴുക്കണേ, തിരിക്കണേ അല്ലാ. അവിടെ ആരിഫീങ്ങൾ പറയുകയാണ്, ഇബ്രാഹിം നബി എങ്ങാനോ ഫജൽ അഫീദത്തൻ നാസി എന്ന് പറയുകയാണ്, മിനന്നാസി എന്ന് പറയാതെ ഫജൽ അഫീദത്തൻ നാസി എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് മക്കയിൽ ക്രിസ്ത്യാനികളും ഉണ്ടാകുന്നതാണ്, ജൂതന്മാരും ഉണ്ടാകുന്നതാണ്, അതേ കുഫാറുകളും ഉണ്ടാകുന്നതാണ്. പക്ഷെ അവരൊന്നുമില്ലാതെ മക്ക മുവഹിദീങ്ങൾക്ക് മാത്രം ഒഴിഞ്ഞത് മിനന്നാസി എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് ആരിഫീങ്ങൾ എഴുതി വെക്കുകയാണ്. പോരാ, വർസുഖുഹും മിനസ്സമറാത്ത്, അവിടെയും മിന പറഞ്ഞു. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ തേങ്ങ അവിടെ നിന്നാണ് വരുന്നത്. ഇത് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ തെങ്ങും തോപ്പ് അവിടെയായിരുന്നു, കഴുങ്ങും തോപ്പും അവിടെയായിരുന്നു, ചക്കയും അവിടെയായിരുന്നു. ഈ എല്ലാ പഴങ്ങളും അവിടെ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. അവിടെ മിനസ്സമറാത്തി എന്ന് പറഞ്ഞു, പഴങ്ങളിൽ നിന്ന് ചിലതിന്. അതുകൊണ്ട് പ്രധാനമായ ഉദ്ദേശിച്ചത് ഈത്തപ്പഴമാണ്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും മധുരകരമായ പ്യൂർ ഈത്തപ്പഴം കിട്ടണമെങ്കിൽ മക്ക മാർക്കറ്റിലേക്ക് പോകണേ, മദീന മാർക്കറ്റിലേക്ക് പോകണേ. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയുടെ ഇജാബത്തിന്റെ അനശ്വരമായ പ്രവാഹമാണെന്ന് മറക്കണ്ട. ഹാജർ ബീവിയുടെ നെഞ്ചകത്ത് എന്റെ കൂടെ അല്ലാഹു ഉണ്ട്, എന്നെ അല്ലാഹു കൈയൊഴിക്കൂല എന്ന ദാർഢ്യമായ വിശ്വാസം അങ്ങ് വന്നപ്പോ ആ നെഞ്ചുറപ്പിന്റെ ബറക്കത്തല്ലേ ഇന്നും അനശ്വരമായി പ്രവഹിക്കുന്ന സംസം വെള്ളം. ആ വെള്ളത്തെ കുറിച്ചല്ലേ അല്ലാഹു പറഞ്ഞത്, ഖുൽ അറഅയ്തും മിൻ അസ്മാഇക്കും ഔറാ ഫമൻ യതീകും ബിമാഇൻ മഈൻ. നമ്മളെങ്ങാനും സംസം വെള്ളത്തിന് അടിയില്ലെന്നങ്ങ് വറ്റിച്ചാൽ ആരാണ് നിങ്ങൾക്ക് സംസം വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു ചോദിക്കുമ്പോ നമുക്ക് പറയാനുള്ളത് ഇല്ല റബ്ബേ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയും ഹാജർ ബീവിയുടെ അതാ ഈമാനിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഉണ്ടാക്കി തീർത്ത സംസം വെള്ളം ഈ ലോകത്തിൽ നിന്ന് വറ്റിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല, എത്ര മോട്ടർ വെച്ചാലും കഴിയില്ല, എത്ര പമ്പ് ചെയ്താലും കഴിയില്ല. മക്കയിൽ നിന്ന് ഭൂമിയുടെ അടിഭാഗത്തിലൂടെ മദീനയിലേക്ക് പമ്പ് ചെയ്യുന്നത് സംസമാണ്. കോടാനക്കോടി കുടിക്കുന്നതും കോടാനക്കോടി ലിറ്റർ നാടുകളിലേക്ക് കൊണ്ടുവരുന്നതും സംസമാണ്. ഇത് ഓരോ ഹജ്ജിന്റെ സീസണിൽ മാത്രമല്ല, അവിടെ ലക്ഷങ്ങൾ ഉംറ ചെയ്യാത്ത കാലമില്ല. ഇനി ഹജ്ജങ്ങ് കഴിഞ്ഞാൽ ഉംറയുടെ സീസണാണ്, അപ്പോഴും ഒരുമിച്ച് ഓടുന്നത് ലക്ഷങ്ങളാണ്. അത് വെള്ളിയാഴ്ചയാണെങ്കിൽ കനം കൂടുകയാണ്, അത് റമദാനിലാണെങ്കിൽ പറയേണ്ടതില്ല. കുടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി. പലപ്പോഴും വറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടില്ല. മദീനയിലേക്ക് ഭൂഗർഭ അടിയിലൂടെ അത് പമ്പ് ചെയ്യുന്നില്ല, അവിടെയുള്ള ലക്ഷങ്ങൾ കുടിക്കുന്നില്ല, ചിലപ്പോൾ കുളിക്കുന്നില്ല, ദാഹത്തിന് കുടിക്കുന്നില്ല, നീയത്ത് വെച്ച് കുടിക്കുന്നില്ല. തുടങ്ങിയിട്ട് 4000 കൊല്ലമായില്ലേ. അതിന്റെ ഇടയ്ക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം എന്നാണോ സംസം വെള്ളത്തിന്റെ കിണറൊന്ന് അടച്ചു പൂട്ടി എന്നത് ശരിയാണെങ്കിലോ ഒരു 1500 കൊല്ലത്തിനിടയിൽ അത് എപ്പോഴും നിർഗളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അള്ളാഹുവിനെ തിരിയാത്തവര് ഇനിയും വിഡ്ഢികളല്ലേ. അവിടെ ആഴമേറിയ കിണറില്ല, അവിടെ ഒരു തോട്ടിൽ നിന്ന് വരുന്നതല്ല. ഉത്ഭവം പഠിക്കാൻ പരിശ്രമിച്ചവർ ഞെട്ടുകയാണ്. ആഴമില്ലാത്തൊരു കുഴിയിൽ നിന്ന് വരുന്ന ഈ വെള്ളം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി യുക്തിവാദികളുടെ മുഖത്തേക്ക് പടച്ചവൻ തൗഹീദിന്റെ ദൃഷ്ടാന്തങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അവർ കുരുടന്മാരായി പിന്മാറിയതല്ലേ. ഓ ചെറുപ്പക്കാരെ, റബ്ബൊരു
കാര്യമാനമങ്ങ് തീരുമാനിച്ചാൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഒരു ചെറിയ കുഴിയിൽ നിന്ന് കോടാനക്കോടികളെ കൊല്ലങ്ങളോളം കുടിപ്പിക്കാൻ കഴിയുന്ന റബ്ബ്, മോനെ നിന്റെ മക്കളെ പോറ്റാൻ ഈ പലക്ഷക്കാരനാ വേണ്ടതുണ്ടോ? കഞ്ചാവ് വിറ്റുകൊണ്ട് കാശുണ്ടാക്കേണ്ടതുണ്ടോ? അറബിയെ കട്ടുകൊണ്ട് കാശുണ്ടാക്കേണ്ടതുണ്ടോ? ഉസ്താദേ, പലിശക്ക് ആഗ്രഹമില്ല, പണയം വെക്കാൻ ആഗ്രഹമില്ല, പക്ഷെ മക്കള് നാലല്ലേ എന്ന് സംസം വെള്ളം മറന്ന് പറയണ്ട. അല്ലെങ്കിലും നിന്റെ ഈ മക്കളെ ഭാര്യയുടെ ഗർഭാശയത്തിൽ 9 മാസം പോറ്റിയത് നീ പലിശ കൊടുത്ത് വാങ്ങിയ ജ്യൂസ് കൊണ്ടല്ല, പലിശ ബിരിയാണി കൊണ്ടല്ല, അത് റബ്ബ് തആല പോറ്റിയതാണെന്ന് മറക്കണ്ട. ഭൂമിയുടെ അടിയിലുള്ള വലിയ വലിയ കിണറുകൾ കുഴിക്കുമ്പോ 4ഉം 5ഉം തൂക്കം വലുപ്പമുള്ള തവളകളെ കാണാറില്ല. എന്റെ വീട്ടിൽ കിണർ കുഴിക്കുമ്പോ 3.5 കിലോ വലുപ്പമുള്ള തൂക്കമുള്ള തവളയെ കണ്ടു. കിണറ്റിന്റെ ഉള്ളിലേക്ക് അന്നം കൊടുത്തത് ആരാ? മാങ്ങയുടെ അണ്ടിയുടെ ഉള്ളിൽ പാർക്കുന്ന വണ്ടിന് അന്നം എത്തിച്ചത് ആരാ? കടലിലുള്ള കരയേക്കാൾ എത്രയോ വമ്പൻ ജീവികള്. 4 ആനകളെ വിഴുങ്ങിയാലും 3 ലോറികളെ വിഴുങ്ങാൻ മാത്രം വാരിൽ പ്രവിശാലമായ സ്ഥലം ബാക്കിയുള്ള തിമിംഗലങ്ങളടക്കോ വലിയ വമ്പൻ സ്രാവുകളടക്കോ പേര് പറയാൻ അറിയുന്നതും അറിയാത്തതുമായ 2000-ഓളം മത്സ്യങ്ങൾ കടലുകളിലില്ലേ? മറ്റൊരുപാട് പാമ്പുകളില്ലേ, ജീവികളില്ലേ? അല്ല, കാട്ടിലേക്ക് അങ്ങ് പോയാൽ ആനകളില്ലേ? പട്ടിണി കിടന്ന് മരിച്ച ആനയുണ്ടോ? പട്ടിണി കിടന്ന് മരിച്ച പുലിയുണ്ടോ? പട്ടിണി കിടന്ന് ചത്തുപോയ മീനുണ്ടോ? ഇവകൾക്കൊക്കെ അന്നം കൊടുക്കുന്ന റബ്ബ് വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞ മനുഷ്യനായ എനിക്കും നിനക്കും വെള്ളം തരൂല, ഭക്ഷണം തരൂല, പലിശ വേണമെന്നാണോ നീ പറയുന്നത്? എന്നാൽ നിന്റെ പോലെയുള്ള വിവരദോഷി വിഡ്ഢി ലോകത്തില്ല. ഇതൊക്കെ സംസം വെള്ളത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠമാണെന്ന് സാന്ദർഭികമായി ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് വമയത്തഖില്ല യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹു അത് നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇതിന്റെ ഒരു ഭാഗം എത്തിയിട്ടില്ല, എത്ര പറഞ്ഞാലും തീരൂല. ഒരു 10-15 ദിവസം വെച്ചുകൊണ്ട് പറയേണ്ട വിഷയമാണ്. ഞാൻ തന്നെ പറഞ്ഞ ആ ആയത്തന്നെ വിശദീകരിക്കാം. റബ്ബന എന്ന് മതി സുബൈരെ പ്രസംഗിക്കാൻ. പക്ഷെ അതിന്റെ അവസരം ഇതല്ല. ഒരു റബ്ബന മതി സുബൈരെ പ്രസംഗിക്കാൻ, അതാണ് ഖുർആൻ. ഇതതിന്റെ അവസരം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. എന്നോട് ചില ആളുകൾ ഇന്നും വിളിച്ചു വെച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, വാപ്പാക്ക് വേണ്ടി ഞാൻ വലിയ സന്തോഷിക്കും. മാതൃക പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വാപ്പാന്റെ ആണ്ടിന്റെ അന്ന് സത്യത്തിൽ ഞാൻ എവിടെയും പറ്റില്ല, ഞാൻ ഒഴിഞ്ഞു പോയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ തറവാട്ടിലും പറ്റില്ല, അവിടെ പരിപാടി കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാപ്പക്ക് വേണ്ടി ഒഴിഞ്ഞു പോയിട്ടിരിക്കുന്നത്. കാരണം പലപ്പോഴും വാപ്പാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൽബ് പതർന്ന ആളാണ് ഞാൻ. രാത്രിയിലാണ് പരിപാടി കഴിഞ്ഞിട്ട്, ഒറ്റക്കാന്ന് പരിപാടിക്ക് പോയത്. പരിപാടി കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്ത് ഞാൻ ചില്ലറ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ശരീഫ് ഉസ്താദിനോട് കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ചീരിഞ്ഞ് വാങ്ങിയിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുന്നതാണ്. സത്യത്തിൽ അപ്പോഴേക്ക് ദ്വാ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ലാതെ കണ്ണ് നിറഞ്ഞുപോയി. അതാണല്ലോ ബന്ധം. ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ വാപ്പാന്റെ ആണ്ട് അന്നാണ് അദ്ദേഹം എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെ നോട്ട് ചെയ്തിരിക്കണം. ഇന്ന ദിവസം എന്റെ വാപ്പ മരിച്ച്, അപ്പൊ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ദ്വാ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പിന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന്, കണ്ണൂരിന്ന് എന്റെ പ്രിയപ്പെട്ട ഹംസ നിസാം വിളിച്ചിട്ടാണ്, ഇവിടെ ഞാൻ സാഹസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അപ്പാക്ക് ദ്വാരക്കാൻ. അത് ഈ വാള് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് ഇതൊക്കെ ദീനിയായ ബന്ധമാണ്. ഇവര് വന്നതൊക്കെ ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്, വലിയ പ്രഭാഷകന്മാരൊക്കെ. അപ്പോൾ വന്നത് ഒരു പ്രസംഗം കേൾക്കാനൊന്നല്ല, ദീനിയായ ബന്ധമാണ്. നമുക്ക് നിലനിൽക്കുന്ന ബന്ധം ഇത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ നമ്മൾ തമ്മിൽ ഈ ദീനിയായ ബന്ധമില്ലാത്തൊരു ബന്ധമില്ല. മുകളിൽ ഇരിക്കുകയാണെങ്കിലും താഴെ ഇരിക്കുകയാണെങ്കിലും ഒരൊറ്റ പൊട്ടിയായിട്ട് ദുന്യാവായിട്ട് എനിക്ക് ബന്ധമില്ല. പരമാവധി ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ചിലപ്പോൾ എൻ്റെ അടുത്ത് മുതലാളിമാരുണ്ടാവും, ദീനുണ്ടെങ്കിൽ ഉണ്ടാവും. ചിലപ്പം പാവങ്ങളുണ്ടാവും, കൂടുതൽ പാവങ്ങളാണ് ഉണ്ടാകുക. ദീനുണ്ടെങ്കിൽ ദീനില്ലാത്ത ഒരാളെ ഞാൻ പരിഗണിക്കില്ല. കാരണം നമ്മൾ നന്നായിട്ടല്ലേ, നമ്മൾ നന്നാവണമെങ്കിൽ അവരെ കൂടെ ഇരിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ദീനിയായ ഒരു ബന്ധം തരട്ടെ. ദുന്യാവൊന്നുമല്ല, ദുന്യാവൊക്കെ കരിഞ്ഞു ഉരുകിപ്പോവും. ദീനിയായ ബന്ധം അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല നമ്മളെ അമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവര് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ വാപ്പ അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. വാപ്പ വഫാത്തായി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വലിയ പെരുന്നാളിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് വാപ്പ വഫാത്തായത്. എല്ലാവരും പുതിയ തുണിയും കുപ്പായൊക്കെ ഇട്ടിട്ട് പെരുന്നാൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കരഞ്ഞോണ്ട് വാപ്പാന്റെ മീസാങ്കല്ല് പിടിച്ചിങ്ങനെ കരഞ്ഞോണ്ട് ആ പള്ളിക്കാട്ടിൽ ഇന്നൊരു ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പെരുന്നാളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഉപ്പാനെ ഓർക്കലുണ്ട്. പെരുന്നാൾക്കൊക്കെ ഒരു പ്രത്യേക ആവേശമാണ്.
ആരെയും ആണ്ടുകൊണ്ടൊന്നും വിടൂല, എല്ലാരും കൂടി കൂട്ടിയിരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാ ഭക്ഷണം കഴിക്കല്. ആ സമയത്ത് പെരുന്നാളിന് മുമ്പ് വാപ്പ വഫാത്തായി. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ ഇരുന്നപ്പോ മനങ്ങനെ പൊട്ടിയത് ഇങ്ങനെ ഓർമ്മയുണ്ട്. വാപ്പ കിടക്കണ കട്ടിലിന്റെ ചോട്ട് കിടന്നിട്ട് കണ്ണിങ്ങനെ തിരുമ്പിട്ട് ഒരുപാട് സമയം കരഞ്ഞത് ഓർമ്മയുണ്ട്. ഒക്കെ നമ്മൾ ഓർമ്മകളാണ്, അവരുടെ നന്മകളാണ് നമ്മളിലൂടെ ഒക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാല ആളുകൾ നമ്മൾ പകർത്തിയ ദീന്, അതാണ് നമ്മളിലുള്ളത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നാളെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ കയ്യിലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ വാപ്പ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ പിതാക്കന്മാർ മരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ബാക്കിയുള്ളവരാണ് നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ. ഞാൻ ഇതിന്റെ വാപ്പാക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ചല്ല, ഈ നാട്ടിൽ എനിക്ക് രണ്ടാമത്തെ ഒരു വാപ്പ ഉണ്ട്, ബാബോജി. എനിക്ക് ഈ ദുനിയാവിൽ 2 വാപ്പാരാണ്. ഒന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഒന്ന് എന്റെ രണ്ടാം വാപ്പ. അത് സത്യത്തിൽ വലിയൊരു ബന്ധമായിരുന്നു. പ്രിയങ്കന ബാവോജി ഒരു കൊച്ചു വീട്ടിൽ ഒരു ഓല, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 10-11 കൊല്ലമായി. ഇതിന്റെ ഇടക്ക് ഏറ്റവും കൂടുതൽ കയറിപ്പോയതും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചതും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ആ ഓല വീട്ടിലാണെന്ന് എനിക്കറിയാം, ഉറപ്പാണ്. എല്ലാ പെരുന്നാൾക്കും ഞാൻ അവിടെ പോയിരിക്കും. ഒരു ചെറിയ പൊളിഞ്ഞാടാനായ ഓല വീട്, അതിൽ കറങ്ങാത്തൊരു ഫാന്, എന്നോ കൊണ്ടുവച്ചൊരു ഫാന്. ആ ഫാൻ ഇങ്ങനെ മൂപ്പര് ഓണാക്കിയിട്ട് ഇങ്ങനെ കറങ്ങുമ്പോ ആ കാറ്റ് വെള്ളം നല്ല സുഖം. എ സിയിലിരുന്ന അസുഖം കിട്ടൂല. അപ്പൊ ആ ചുളിഞ്ഞ കള്ളിത്തിനെടുത്ത ആ ഫക്കീറായ മനുഷ്യന് നമുക്ക് തന്നെ ആ കട്ടൻ ചായ അതേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോ ഞങ്ങൾ തന്നെ കൊണ്ടുപോകലാണ്, പഞ്ചസാരയും സാധനമൊക്കെ ഞങ്ങൾ കൊണ്ടുപോകല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കലാണ്. അതിങ്ങനെ ഓർമ്മ വരികയാണ്. അള്ളാഹു താല അദ്ദേഹത്തിനും ഇതിന്റെ സ്വഭാവമൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും, നമ്മളെ കുടുംബത്തിനൊക്കെ മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ. സമാപനത്തിന് വേണ്ടി ഇന്നിപ്പോ ഒരു രാത്രിയില്, നാളൊക്കെ പറ്റുമെങ്കിൽ എല്ലാവരും ഒരു അവരവിടെ, നമുക്ക് അവർക്കൊക്കെ അറഫ ഒരേ ദിവസമാണ്, ചിലപ്പോൾ അതുകൊണ്ട് മാറലുണ്ട്. ഒക്കെ പള്ളിയിലൊക്കെ ഒന്ന് ഇരിക്കുക, പ്രസംഗം ഒന്നുമില്ല, വേണമെങ്കിൽ അവിടെ പള്ളിയിൽ വരുള്ളൂ, പ്രസംഗം പരിപാടി ഒന്നും ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് ഇരുന്നിട്ട് അമൽ ചെയ്യുക. ഒരു 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇമാം നബി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ മുസ്തഫ നബിയുടെ മേൽ സ്വലാത്ത്. അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. കാരണം ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും, ഇബ്രാഹിം നബി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിന് വെങ്ങാനും പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഉണ്ടാവുമായിരുന്നില്ല. ഇതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാളെ മഹ്ശറിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ കുപ്പായം പിടിച്ചിട്ട് പറയും, മോനെ മോനെ ഞാൻ എന്റെ വല്യപ്പ ഇബ്രാഹിം നബിയാണ്, ഇജ്അൽനി മിൻ ഉമ്മത്തിക, കുട്ടി ഇന്നെ നിങ്ങളെ ഉമ്മത്തിൽ പെടുത്തണമെന്ന് മഹ്ശറിയില് മുസ്തഫ നബിന്റെ കുപ്പായം പിടിച്ചിട്ട് ഇബ്രാഹിം നബി കെഞ്ചുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുസ്തഫ നബിന്റെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് നാളത്തെ പകല് അവരവിടെ നിൽക്കണതെ, അവരെ ഒരേ അറഫ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും ഓരോ പ്രധാനപ്പെട്ട ദിവസത്തിന് ശേഷം. ഒന്ന് അറഫാന്റെ ശേഷം പെരുന്നാൾ, കോടികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. അത് അവര് മാത്രമല്ല, അവര് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും കൂടി പോയതാ. കേരളത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കേന്ദ്രത്തേക്ക് പോകാൻ 4 ആളെ പറഞ്ഞേക്കാം, അത് 4000 ആളുകൾക്ക് ബാധകമാണ്. എന്നപോലെ 40 ലക്ഷം അവർക്ക് വേണ്ടി പോയതല്ല, ഞമ്മക്കും വേണ്ടി വേണ്ടി പോയതാണ്. അപ്പൊ അവരൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളും ഇങ്ങനെ കൊച്ചു കൊച്ചു സംഘങ്ങളായിട്ട് ഒറ്റക്കായിട്ട് ഇരുന്നിട്ട് ദ്വാരുന്നാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ അവിടെ ഇരിക്കുക, പെണ്ണുങ്ങൾ ഞാനുങ്ങളും വീട്ടിലാണ്ട് ഇരിക്കുക. പെട്ടെന്ന് നാളെ അങ്ങാടിയിലൊന്ന് പോയിട്ട് വെറുതെ തുണിങ്ങുപ്പായം വാങ്ങും. അപ്പൊ ഇവിടെ ഒരു പുതിയ കട പറഞ്ഞാൽ അവർക്ക് ആവശ്യം കച്ചവട, അതിലൂടെ നമ്മളെ ഇമ്മം പോണേ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ആക്കബത്ത് അവരെ കയ്യിലല്ല, കടക്കാരെ കയ്യിലല്ല, നമ്മളെ കയ്യിലാണ്. പെണ്ണുങ്ങളെ നിങ്ങളെ ഈ മാറും മോറും കാണിച്ച് അങ്ങാടി കൂടെ ഉണ്ട് ഇറങ്ങിയിട്ട് മൃഗങ്ങളെ നാണിപ്പ്, എവിടെ നോക്കിയാലും പെണ്ണുങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ തുണിമുപ്പായം വാങ്ങിയാലും പഹര് പോകൂല, ഉറ പിടിച്ച് ചിരിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. അല്ല, ഇത് സാധനം വാങ്ങിയാലും പോയി കിട്ടുന്നില്ല, കടയിലൊക്കെ ഇതിങ്ങനെ കാണാൻ ഓരോ അദ്രാമാനെ കൊടുക്കാം. അദ്രാമാനാണെങ്കിൽ അതിനാഴ്ച വന്ന് നിൽക്കുവാണ്. ഏതെങ്കിലും അദ്രാമാനല്ലേ പറഞ്ഞ, ഇവിടെയുള്ള അദ്രാമാന്റെ അടുത്ത് നിങ്ങൾ നോക്കണ്ട. ഞാൻ അദ്രാമ മാറ്റി അബ്ദുൽ ജലീലാക്കാം, ആ കുടുംബം ചിലപ്പോൾ ഒരാഴ്ച മതി വിത്തനക്ക്. ഇവിടെ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ അദ്രാമൻ പോയി, ഞാൻ മാപ്പ് പറഞ്ഞു, അബ്ദുൽ ജലീൽ ആയിക്കോട്ടെ, ജലീൽ അതിനായിട്ട് പോയിക്കും ചെയ്യും. ഇങ്ങനെ ആകെ കണ്ട് ഏർപ്പായതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതിനൊക്കെ പെണ്ണുങ്ങളെ രക്ഷപ്പെടാം. നരകം നമ്മളെ തലന്റെ മീതെയാണ്. നമ്മൾ നരകത്ത് കടക്കാൻ കാരണം നമ്മളെ അയൽവാസിയല്ല. അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ആക്ഷേപത്ത് മറ്റോന് കേടെടുത്താൻ സമ്മതിക്കരുത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. തുണികുപ്പായ നിങ്ങൾ പിന്നെ എങ്ങനെ തുണികുപ്പായ വാങ്ങാന്ന്, ഞാൻ എന്റെ ഭാര്യക്കും മാക്കും എന്റെ കുട്ടികൾക്കൊക്കെ തുണികുപ്പായ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവരാരും പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനത്തെ എന്നോട് എങ്ങനെ വാങ്ങാൻ നിങ്ങൾ ചോദിക്കണ്ട. എന്റെ ഭാര്യക്കും ഉമ്മാക്കും കുട്ടികൾക്കൊക്കെ ഞാൻ തുണിപ്പാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പെരുന്നാക്ക്. അവരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. എന്നാ അവർക്ക് ഇഷ്ടപ്പെട്ട എന്നെ വാങ്ങിക്കൊടുത്തത്. നിങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിക്കൊടുക്കാം. ചോദിച്ചോക്കെ അവരോട് വന്നിട്ടുണ്ടാവും, കേൾക്കുണ്ടാവും. ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു. ചിലപ്പോ നിങ്ങളൊക്കെ ചെലവാക്കുന്നതിനേക്കാളും വലിയ പൈസ ചെലവാക്കിയിട്ടുണ്ടാവും. അവരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനത്തെ എന്നോട് ഇതുപോലെ പുറത്തിറക്കാതെ എങ്ങനെ വാങ്ങിക്കൊടുക്കാന്ന് ചോദിക്കണ്ട. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളെടുത്ത് വണ്ടി ഇപ്പൊ ഇന്നലെയല്ല ഉണ്ടായത്, അതിന്റെ മുമ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ. വണ്ടി ഇന്നലെയല്ല ഉണ്ടായത്, അതിന്റെ മുമ്പ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, വലിച്ചുകൊണ്ടിട്ടില്ല. അല്ലെങ്കിൽ കൂട്ടരെ അതിന് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് വാടക വിളിച്ചൂടെ? അതിനൊരു 500 രൂപ പോയല്ലുള്ളൂ. വണ്ടി സ്വന്തം അല്ലെങ്കിൽ അതിന് വേണ്ടി വണ്ടി വിളിച്ചു. അതിനല്ലേ ഈ അങ്ങാടിയിൽ വണ്ടി കൊടുത്തിട്ട് ആദ്യം വിളിക്കാരന് ആറ്റങ്ങളും പട്ടിണിയാവില്ല.
ഒരു 500 രൂപയ്ക്ക് വണ്ടി ഒരു വാടക കളിച്ചൂടെ, എന്നിട്ട് അവരവിടെ എടുത്തിട്ട് വാരം കുട്ടി അവിടെ എത്തിയാൽ പോരെ? നിങ്ങൾക്ക് എന്താ നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി 500 രൂപ വെക്കാനാവൂലേ? ഉദയത്തിൽ 6000 കൊടുത്തവരല്ലേ നമ്മളൊക്കെ, വണ്ടി ഇല്ലാത്തവരും കൊടുത്തിട്ടില്ലേ? അങ്ങനത്തെ നമുക്ക് നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പൊന്നാനിക്ക് ഒരു 500 രൂപയ്ക്ക് വണ്ടിക്ക് വെക്കാൻ പറ്റില്ല എന്ന് അരമണിക്കൂർ അവിടെ നിന്നോളും. രണ്ടിനും കൂടി 500 രൂപ കൊടുത്താൽ മതി. ബാക്കി കൂടുതൽ ചോദിച്ചാൽ എന്നോട് ചോദിക്കാൻ നിൽക്കരുത്, അയാളെ സ്വഭാവമാണ്. അല്ലാതെ എത്രയാണെങ്കിലും അതിന് കുറച്ച് പൈസ ചെലവായിക്കൂടെ? ചിലപ്പോൾ അത്രയും വരൂല. ഈ പൊന്നാനിക്ക് 500 രൂപ വേണോ? നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി 500 രൂപ നിങ്ങൾ എടുത്തില്ലേ? ഇന്ന് എന്നെ അടുത്ത് വരി, ഞാൻ തരാം, എല്ലാവർക്കും തരാം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 500 രൂപ ഞങ്ങൾ എടുത്തില്ല എന്ന് എന്റെ മഹല്ലുകാര് പേര് സഹിതം കുടുംബസഹിതം ഒപ്പിട്ടുണ്ട് തന്ന അവർക്കൊക്കെ 500 രൂപ ആരെടുത്ത് വാങ്ങാതെ ഇൻഷാ അല്ലാഹ് ഞാൻ തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ 500 പേര് എന്നൊക്കെ മാറരുത്, തെളിയിക്കണം. പൈസ ഇല്ല എന്നാണ് തെളിയിക്കണം. എന്നിട്ട് ക്യൂറ്റി നിൽക്കുക, എത്ര ലക്ഷങ്ങൾ എന്നാലും ഞാൻ തരാം. അവങ്ങൾ വിചാരിക്കും ഇന്ന് അങ്ങോട്ട് കള്ളനെ വിട്ടാൽ മുതലാവുന്നത്. അങ്ങനത്തെ ഒരു പടപ്പുകൾ എന്റെ നാട്ടിലില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ്. നിങ്ങളെ നാട്ടിലോ? എന്റെ നാട് പോലെ കണ്ടുകൊണ്ടല്ലേ കൂട്ടരെ ഞാൻ ആണ്ട് പിടച്ച് കഴിക്കുന്നത്, എന്റെ പുരയിൽ വെച്ച് കഴിച്ചുകൂടത്? നിങ്ങളിരുന്ന് ആരെങ്കിലും പൈസ പിരിച്ചിട്ടാ ഞാൻ നടത്തുന്നത്? എന്റെ എന്തെങ്കിലും ആവശ്യത്തിന് 11 കൊല്ലങ്ങളിൽ ഞാൻ പൈസ പിരിച്ചിക്കണോ? ഇത് എനിക്ക് എന്റെ പുരയിൽ വെച്ച് കഴിച്ചൂടെ? പക്ഷെ ഇത് എന്റെ നാടായിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ്. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ നാട് തന്നെയാണ്. അതിന്റെ അർത്ഥം ഇനി കുറെ കാലം നിൽക്കുന്നൊന്നുമല്ല. ഇപ്പൊ നിൽക്കണേ നിങ്ങൾ പറഞ്ഞേക്കാത്തോണ്ടാണ്. എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിലും നിൽക്കുമ്പോൾ അതെന്റെ നാടാണ്. അതുകൊണ്ട് ഇവിടെ ചാണ്ട് കഴിക്കുന്നത്. ആ ധൈര്യത്തിന് ഞാൻ പറഞ്ഞത്, എന്റെ നാട്ടില് നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി 500 ഇല്ലാത്തതൊന്നുമില്ല. അള്ളാഹു തആല ഹലാലായ പൈസ നമുക്കൊക്കെ തരട്ടെ. ഒരുപാട് സമയമായി, 12 മണിയോളായി. ഒരു 5 മിനിറ്റ് എന്റെ പ്രിയങ്കന സുഹൃത്ത് എം കെ നമ്മളോടൊന്ന് ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് അല്ല അപ്പൊക്കെ ചോറാണ്ട് കൊടുത്തോ? 5 മിനിറ്റ് അതെന്തെങ്കിലും അങ്ങനെ അല്ല, ഒരു 5 മിനിറ്റ് എന്നാ പിന്നെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി പൈസ ഉസ്താദ് ഇൻഷാ. അല്ലാതെ നിങ്ങൾ ഒക്കെ അങ്ങനെ ആയപ്പോ എന്താ ചെയ്യുന്നത്? അദ്ദേഹം അങ്ങനെയാണ് പറയല്. അത് സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയാണ്. അദ്ദേഹം സ്വീകരിക്കൂല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂകനായിട്ട് നിൽക്കലാണ്. സ്വീകരിക്കുന്നതിന് കുറെ ഇങ്ങനെ ആളും എന്നിട്ട് അങ്ങനെ സ്വീകരിക്കുന്ന ആളാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അതാ നിങ്ങൾ വഷളാ നിൽക്കണ്ടെന്നാ പറഞ്ഞത്. കുറെ കാലം മുമ്പ് എന്നെ വഷളാ നോക്കണ്. അപ്പൊ സൗസിലേക്കൊണ്ട് വഷളാക്കാനുള്ള പരിപാടിയിലാണ്. രണ്ടാളെ ആളെ വഷളാക്കാതിരിക്കട്ടെ. ആയിക്കോട്ടെ. ഏതായാലും അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെയും കൂടി ഉത്സാഹമാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ്. അല്ല, അദ്ദേഹത്തിനും കൂടി ഉത്സാഹമാണല്ലോ. അല്ല, ഒരുപാട് പരീക്ഷണത്തിനിടയിലും ഇത്തരം കാലമൊക്കെ ആണെങ്കിൽ ഇളകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും അദ്ദേഹത്തിന് സംഭവങ്ങളിലൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. എന്നെ വളരെ സ്നേഹിക്കണ ആളാണ്. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കണം. കുടുംബത്തെ മറന്നിട്ട് എന്നെ സ്നേഹിക്കണ ആളാണ്. എനിക്കൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗൾഫിലാണെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഓടി വരും. എന്റെ അടുത്ത് ദീനുണ്ട് എന്ന് അവരൊക്കെ കരുതിയതായിരിക്കും. അല്ലാഹു തആല എനിക്ക് ദീന് തെറ്റ, നിങ്ങൾക്കും നമുക്കൊക്കെ തെറ്റ്. ഇവിടെ ഒരുപാട് എന്നെ സ്നേഹിക്കണപ്പോ വാപ്പാന്റെ ആണ്ടെന്ന് വെള്ളിയാഴ്ചന്റെ പ്രസംഗം കേട്ടപ്പോ എത്ര സഹോദരിമാരെ എനിക്ക് വിളിച്ചിട്ട് വരുന്നവരോ. ചെറുപ്പക്കാർത്തികളൊന്നല്ല, എന്റെ ഉമ്മാര് 70 വയസ്സുള്ളവര്, 60 വയസ്സുള്ളവര്, ഒരു 30-40 ഉള്ളവരൊന്നും അങ്ങനെ വിളിക്കലില്ല. സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ, പേടിച്ചിട്ടാ വിളിക്കാത്തത് എനിക്കറിയാം. പേടിച്ചിട്ടാണ്. വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിച്ചിട്ടാ വിളിക്കാത്തത്. അത്യാവശ്യത്തിനൊക്കെ എന്തെങ്കിലും മസല വയ്ക്കാൻ വിളിക്കണേനൊന്നും ഞാൻ ഭീകരനല്ല, താലിബാൻ വരണൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനൊന്നും പറ്റൂല, കുട്ടികളായിരിക്കുന്നു മാത്രം. പക്ഷെ എന്റെ സ്നേഹം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ഉമ്മ വിളിച്ചു. എന്റെ ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വാപ്പാക്ക് വേണ്ടി ഞാനും തോരൻ തരട്ടെ മോനേന്നാ പറഞ്ഞത്. ഹത്തീബേന്നല്ല, മോനേന്ന്. അത് മതി എനിക്ക്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവരും ഇവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പരീക്ഷിക്കപ്പെടുന്ന ഒരാളും കൂടിയാണ്. പരീക്ഷിക്കപ്പെടുന്ന ആളുടെ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടെന്ന് അതും കൂടി നമ്മൾ ഈ സാസിൽ കരുതുന്നുണ്ട്. എന്റെ വാപ്പാനെ ഓർക്കണം, അദ്ദേഹത്തിന്റെ വാപ്പാനെ, എല്ലാവരും വാപ്പാരെയും ഉസ്താമാരെയും സമസ്തയുടെ നേതാക്കളെ ഒക്കെ ഓർത്തിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഒരു ദുആ